പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ കൺഫർമേഷൻ. ആകയാൽ ഇന്ന് പകൽക്കാലത്തെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പുറപ്പാട് 33:16. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും. ഞാൻ ഓരോ ഭാഗത്തെയും ആവർത്തിച്ച് വായിച്ച് മുമ്പോട്ട് കയറുകയാണ്. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും. നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലയോ. അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവർ ആയിരിക്കും. ഈ വാക്യത്തിനകത്ത് നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം ദൈവം മോശയുടെ അടുക്കൽ പറയുകയാണ്, മോശെ, ഞാൻ നിന്നെ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്തു, നാളിതുവരെയും നിന്നെ നയിച്ചു. എന്നാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റാം. ഞാൻ നിന്നെ പറഞ്ഞതുപോലെ കനാനിൽ കൊണ്ടെത്തിക്കാം. ആ കനാനിൽ നിന്നെ കൊണ്ടെത്തിക്കാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ഒരു ദൂതനെ നിനക്ക് വേണ്ടി പറഞ്ഞാക്കാം. ആ ദൂതൻ നിന്നെ അവിടെ കൊണ്ടുപോയി എത്തിക്കും. പക്ഷേ എനിക്കൊരു എക്സ്ക്യൂസ് തരണം. ഞാനിനി നിൻ്റെ കൂടെ നടക്കുകയില്ല, ഞാൻ ഈ ജനത്തിൻ്റെ കൂടെ നടക്കുകയില്ല. ആകയാൽ നീ ഒരു കാര്യം ചെയ്യണം, നീ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകണം. അതിന് വഴി പറയാൻ ഞാനൊരു ദൂതനെയും അയച്ചു തരാം എന്ന് പറയുകയാണ്. അപ്പോൾ മോശ ചോദിക്കുകയാണ്, അതെന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഈ ജനം ദുശാഠ്യമുള്ള ജനമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരോട് നടന്നാൽ വഴക്കുണ്ടാകും. അതുകൊണ്ട് ഞാൻ അവരെ ഇനി വഴക്ക് പറയാനും ബുദ്ധിമുട്ടിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് ആ വാഗ്ദത്തം ഞാൻ അങ്ങ് ചെയ്തു തന്നേക്കാം, എല്ലാ നന്മകളും തരാം. പക്ഷേ നമ്മൾ തമ്മിലുള്ള ആ കൂട്ടായ്മ അങ്ങ് നഷ്ടപ്പെടുത്താമെന്ന് പറഞ്ഞു. മോശ നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ പറഞ്ഞു, വഴിമധ്യമായിട്ടേ ഉള്ളൂ, മരുഭൂമി ആയിട്ടേ ഉള്ളൂ. ഈ മരുഭൂമി കിടന്ന് മരിച്ചാലും ശരി, നീ ഞങ്ങളോടുകൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്. വാഗ്ദത്തം വേണ്ട, കനാൻ വേണ്ട, ഒന്നും വേണ്ട. നിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി ഒരടി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുൻപാകെ നെടുമ്പാട് വീഴുന്നു. അവിടെ ദൈവം മോശയുടെ അടുക്കൽ പറയുന്നു, മോശെ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അതുമായി ബന്ധപ്പെട്ട ഭാഗത്ത് മോശ ദൈവത്തോട് പറയുന്ന ഒരു വാക്കാണ്. ആ അധ്യായം മുഴുവൻ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വഴക്കടിക്കുന്ന ഒരു മോശയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവത്തോട് വഴക്കടിക്കുന്ന മോശ. ഇവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ 2 കാര്യങ്ങൾ മോശ ദൈവത്തോട് പറയുകയാണ്. കർത്താവേ, നിനക്ക് എന്നോട് കൃപയുണ്ടെന്നുള്ളത്, നിനക്ക് എന്നോടും ഈ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയും? ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്മളൊരു മനുഷ്യന് ദൈവകൃപയുണ്ടെന്ന് പറയും. ശുശ്രൂഷ നന്നായാൽ, പ്രസംഗം നന്നായാൽ, ഭൂതങ്ങളെ പുറത്താക്കിയാൽ, രോഗികളെ സൗഖ്യമാക്കിയാൽ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയാൽ, നല്ല വീട് വെച്ചാൽ, കാറ് വാങ്ങിയാൽ ഒക്കെ നമ്മൾ പറയും അവന് ദൈവകൃപയുണ്ട്. ഒരു കുഞ്ഞിന് മാർക്ക് നല്ലതുപോലെ കിട്ടിയാൽ പറയും അവൾക്ക് ദൈവകൃപയുണ്ട്. പക്ഷെ മോശ പറയുകയാണ്, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപ എൻ്റെ പ്രോസ്പെറിറ്റി കൊണ്ടോ എൻ്റെ ശുശ്രൂഷയുടെ സക്സസ് കൊണ്ടോ അല്ല അളക്കേണ്ടത്. എന്നോട് ഉള്ള ദൈവത്തിൻ്റെ കൃപയുടെ മാനിഫെസ്റ്റേഷൻ, എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപയെ ഞാൻ തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അളവിനകത്തായിരിക്കും. ആമേൻ. കൃപ എത്രയുണ്ടെന്ന് എൻ്റെ ശുശ്രൂഷ നോക്കിയല്ല, കൃപ എത്രയുണ്ടെന്ന് ഞാൻ വഹിക്കുന്ന ദൈവ സാന്നിധ്യമാണ് പറയുന്നത്. എന്നോടുള്ള നിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ കൃപയുടെ അളവ്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവകൃപ പ്രാപിക്കുന്നിടത്തോളം നമുക്ക് വിടുതലുകളല്ല, സൗഖ്യങ്ങളല്ല, ദൈവകൃപ പ്രാപിക്കുന്നിടത്തോളം നാം ദൈവ സാന്നിധ്യത്തിലേക്ക് കടക്കുന്നവരായിരിക്കും. അടുത്തതായി മോശ അതിനോട് ചേർത്ത് പറയുകയാണ്, കർത്താവേ, എന്താ ഞങ്ങളുടെ വിശേഷത? ഞങ്ങൾക്ക് എന്താ വിശേഷത? അബ്രഹാമിൻ്റെ മക്കളാണെന്നുള്ളതാണോ വിശേഷത? ചെങ്കടലിൽ ഫറവോനെ മുക്കിക്കൊന്നുവെന്നുള്ളതാണോ വിശേഷത? മന്ന തിന്ന് ജീവിക്കുന്നുവെന്നുള്ളതാണോ വിശേഷത? സ്വർഗീയ ഭോജ്യം തിന്നുന്നുവെന്നുള്ളതാണോ വിശേഷത? എന്താ ഞങ്ങളുടെ വിശേഷത? ഞങ്ങൾക്കുള്ള ആകെ വിശേഷത എന്ന് പറയുന്നത് ഭൂമിയിൽ ഞങ്ങൾ ഒരു സെപ്പറേറ്റഡ്, ഞങ്ങൾ ഒരു പെക്യുലർ പീപ്പിളായിരിക്കുന്നത് ഞങ്ങളുടെ കുലം കൊണ്ടല്ല, ജാതി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, പണം കൊണ്ടല്ല.
ഞങ്ങൾ തിന്നുന്ന മന്ന കൊണ്ടോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വെളിപ്പാട് കൊണ്ടോ അല്ല, പകരം ഞങ്ങൾ ഭൂമിയിൽ സകല ജാതികളിലും വെച്ച് വിശേഷത ഉള്ളവരായിരിക്കുന്നുവെങ്കിൽ ആ വിശേഷതയുടെ പിമ്പിലെ രഹസ്യം അങ്ങയുടെ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, എനിക്കൊരു പെക്യൂലിയാരിറ്റി ഉണ്ടെങ്കിൽ, എനിക്കൊരു പ്രത്യേകതയുണ്ടെങ്കിൽ അത് ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എൻ്റെ പെക്യൂലിയാരിറ്റി. ഇന്ന് പകൽ ഞാൻ പറയുന്നു, റാഫയുടെ സ്പെഷ്യാലിറ്റി റാഫയ്ക്കകത്ത് നിൽക്കുന്ന ദൈവ സാന്നിധ്യമായിരിക്കും. ഇന്ന് പകൽ നിന്നോട് നിന്റെ സ്പെഷ്യാലിറ്റി, യെസ്, അത് നിന്റെ ശുശ്രൂഷയ്ക്കകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കും. എൻ്റെ ഭാഷാ ശൈലിയല്ല, എൻ്റെ സ്വരമല്ല, എൻ്റെ വെളിപ്പാടുകളല്ല, എൻ്റെ ശുശ്രൂഷയിൽ നടക്കുന്ന വീര്യപ്രവർത്തികളല്ല, പകരം എന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. എന്നോടുള്ള ദൈവത്തിൻ്റെ കൃപ, എന്നോടുകൂടെയുള്ള അവൻ്റെ സാന്നിധ്യമാണ്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, എന്നോടുള്ള ദൈവകൃപ, എന്നോടുകൂടെയുള്ള ദൈവ സാന്നിധ്യമാണ്. 2, എൻ്റെ വിശേഷത അവൻ്റെ സാന്നിധ്യമാണ്. എൻ്റെ വിശേഷത അവൻ്റെ സാന്നിധ്യമാണ്. ഞാൻ അതിലേക്ക് കടക്കട്ടെ. സഹോദരങ്ങളെ, ഞാനൊരു ചോദ്യം ചോദിക്കാം. അഭിഷേകമാണോ സാന്നിധ്യമാണോ വലുത്? ചോദിക്കട്ടെ, നിങ്ങളുടെ മേൽ വീഴുന്ന അഭിഷേകമാണോ നിങ്ങളോടുകൂടെയുള്ള ദൈവ സാന്നിധ്യമാണോ വലുത്? ഞാൻ അതിനൊരു വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യം. അവിടെ 3 ഘടകങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമതായി അവിടെ പറയുകയാണ്, നസറായനായ യേശുവിനെ ദൈവം, സ്തോത്രം, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഒന്നാമത്തെ ഭാഗം, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ പ്രിലിമിനറി പൊസിഷനായിരുന്നു അഭിഷക്തൻ എന്നുള്ളത്. നസറായനായ യേശുവിനെ ദൈവ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അവിടെ അഭിഷേകത്തിൻ്റെ രണ്ട് പോർഷനുകൾ പറയുകയാണ്. 2 അഭിഷേകത്തെ അവിടെ കാണുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു, ശക്തിയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ആകയാൽ ഒരു മനുഷ്യൻ്റെ മേൽ വീഴുന്ന അഭിഷേകം 2 തലത്തിലാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിനാൽ അവൻ അഭിഷേകം ചെയ്യപ്പെടുന്നു. 2, ശക്തിയാൽ അവൻ അഭിഷേകം ചെയ്യപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എല്ലാവരുടെയും അകത്ത് ദൈവത്തിൻ്റെ ശക്തി ഇല്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയുടെ അഭിഷേകവും 2ആണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ഡിസ്പ്ലേ വേണ്ട, പറഞ്ഞു പോകാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരും, അതിനുശേഷം നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാവും ശക്തിയും 2ആണ്. അഭിഷേകത്തിൻ്റെ നിറവിനകത്ത് രണ്ടാമതായി ഒരു മനുഷ്യൻ പ്രാപിക്കുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ അന്യഭാഷ പറയുന്നത് കൊണ്ടോ, നീ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത് കൊണ്ടോ നീ ശക്തനായി തീരണമെന്നില്ല. അതുകൊണ്ടാണ് ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാഭിഷേകത്താൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആത്മാവിൻ്റെ അച്ചാരം കൈവശം വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ആമേൻ. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ശക്തിയുടെ അഭിഷേകമോ? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, യേശു യോർദാൻ നദീതീരത്ത്, ആമേൻ, വരിവരിയായി നിൽക്കുന്ന ഇസ്രായേല്യ പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സമ്മേളിക്കുകയാണ്. സ്വർഗം തുറന്ന് പിതാവ് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവ് സംസാരിക്കുന്നു, ഭൂമിയിലെ വെള്ളത്തിൽ നിന്ന് പുത്രൻ എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ യേശുവിൻ്റെ മേൽ വന്നിറങ്ങുകയാണ്. ഇതാ ലോകം സാക്ഷ്യം വഹിക്കുകയാണ്, ത്രിയേക ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഈ ത്രിയേക ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്ന യേശു കർത്താവ് യോർദാനിൽ നിന്ന് കയറുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്, യേശു പരിശുദ്ധാത്മാ
പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി. അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് യേശുവിന്റെ മേൽ കടന്നു വന്നു. എപ്പോഴാണ് കടന്നു വന്നത്? യേശു യോഹന്നാന്റെ കൈക്കീഴിൽ വെള്ളത്തിൽ നിമജ്ഞന സ്നാനം കഴിഞ്ഞപ്പോൾ. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ആദ്യമായി ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നിന്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് നീ സ്നാനമേൽക്കുമ്പോഴാകുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിനത്തിൽ പത്രോസ് 11 പേരോടുകൂടെ ചേർന്ന് നിന്ന് പ്രഥമ സുവിശേഷ ഘോഷണം നടത്തുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തത് വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്ക് കർത്താവിങ്കലേക്ക് എവിടെ നിന്ന് വന്നു ചേർന്നവനായിരുന്നാലും അവന്റെ മേലും കൈമാറും. അപ്പൊ സ്നാനമേൽക്കുമ്പോൾ, കൽപ്പന അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനകളുടെ അവസാന ദിനത്തിൽ ദൈവസഭയ്ക്കകത്ത് സ്നാന ശുശ്രൂഷയുണ്ട്. ഇതുവരെയും സ്നാനമേൽക്കാത്തവരാരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതുപോലൊരു അവസരം ഉണ്ടാകുമോ എന്നറിയത്തില്ല. ഇത് നിന്റെ സ്നാനത്തിന്റെ അവസാന മണിക്കൂറായി ഇരിക്കട്ടെ. ഇത് നിന്റെ അവസാന അവസരമെന്നറിഞ്ഞ് ഇനിയും താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുക എന്നുള്ള കൽപ്പന അനുസരിച്ച് നീ കർത്താവിന്റെ കൽപ്പനയെ അനുസരിക്കണം. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ സ്നാനം പെട്ട യേശുവിങ്കൽ മേലാണ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യാപരിക്കുന്നത്. പക്ഷേ സ്നാനപ്പെട്ട യേശു ലൂക്കോസ് 4:1 പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് നടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നീണ്ട 40 ദിനരാത്രങ്ങൾ യേശു ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ ഒടുവിൽ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ഇളകിയാടിയ പൈശാചിക സംഘത്തിന്റെ തലവൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ബലഹീനപ്പെട്ട യേശുവിന്റെ ശരീരത്തെയും യേശുവിന്റെ രാജ്യത്വത്തെയും പുത്രത്വത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ആക്രമണം തുറന്നു വിട്ടു. എന്നാൽ വചനത്താലും പ്രാർത്ഥനയാലും പിശാചിനെ അകറ്റിക്കളഞ്ഞ യേശുവിന്റെ അടുക്കലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വന്ന് ശുശ്രൂഷിച്ചു. അത് തുടർന്നുള്ള ഏതാണ്ട് 10 വാക്യങ്ങളിൽ പറയുകയാണ്. എന്നാൽ നീണ്ട 40 ദിവസങ്ങൾ വേറിട്ട്, ജനത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് വേറിട്ട് പ്രാർത്ഥനയിൽ പിതാവിന്റെ സന്നിധാനത്തിങ്കൽ ഉപവാസത്തിലായിരുന്ന യേശു മടങ്ങി വരുന്ന കാഴ്ചയെ കണ്ടിട്ട് ലൂക്കോസ് ഇങ്ങനെ എഴുതി വെക്കുകയാണ്, അവൻ യോർദാനിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ പോയി. പക്ഷേ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവൻ മരുഭൂമിയിൽ നിന്നും മടങ്ങി വന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ആയിരുന്നില്ല, അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നീണ്ട 21 ദിവസങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും എത്രയോ തിരക്കുകൾ ഉണ്ടായിട്ട് വേറിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ്, ഈ ഉപവാസ പ്രാർത്ഥനകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ with the power of Holy Ghost ഇന്ന് പകൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനപ്പുറം ചിലരുടെ മേൽ ദൈവത്തിന്റെ ശക്തി, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വെളിപ്പെട്ടു വരും. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ എത്ര പേർ പ്രാർത്ഥിക്കും? പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ അങ്ങയുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അങ്ങയുടെ ശക്തിയുടെ the immeasurable power of God. Lord, let us operate in that power, oh Lord. അങ്ങയുടെ ശക്തിയുടെ ആ അളവറ്റ വലിപ്പ് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ മേൽ മറ്റേതിനെക്കാട്ടിലോ ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് കൊതിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കേവലം ഒരു അന്യഭാഷയല്ല, കേവലം ഒരു കയ്യടിയല്ല, കേവലം ഒരു ആരാധനയല്ല, അതിനപ്പുറമായി അന്ധകാര മണ്ഡലങ്ങളെ പിടിച്ചൊതുക്കുന്ന ദേശാന്തകാര ശക്തികളുടെ കുടിയിരുപ്പുകളെ പൊളിച്ചെറിയുന്ന, മറഞ്ഞു കിടക്കുന്ന ഇരുട്ടിന്റെ അധികാരങ്ങളെ ചിതറിച്ചു കളയുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ദൈവത്തിന്റെ സന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ
എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ആ ദൈവശക്തി, let the mighty power of God ഇന്ന് പകൽക്കാലം മോശയുടെ വടി ദൈവത്തിന്റെ വടിയായി തീർന്നതുപോലെ ഞങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നതിനപ്പുറം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അഭിഷേകം Akara Sataria, Osia Marababa, Rasolia, Rasmania, Pramashia, Ratania, Lapros, Kadia Kala Kara Prabartania. Jesus. അപ്പോസ്തല പ്രവൃത്തി 10:38 മടങ്ങി വരാം. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പക്ഷേ അത് ഫസ്റ്റ് ലെവൽ. സെക്കൻഡ് ലെവൽ എന്താണെന്നറിയാമോ? ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അഭിഷേകമാണോ വലുത്, സാന്നിധ്യമാണോ വലുത്? പറഞ്ഞേ. ആമേൻ. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തോ? അത് മതിയായിരുന്നെങ്കിൽ അത് മതിയായിരുന്നല്ലോ. പക്ഷേ അഭിഷേകം മാത്രം പോരാ എന്ന് കണ്ടതുകൊണ്ട് യേശുവിനോടുകൂടെ എന്ത് ചെയ്യുകയാണ്? പിതാവായ ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അഭിഷേകം മാത്രം പോരാ, ശക്തി മാത്രം പോരാ, അതിനപ്പുറം ഒരു സാന്നിധ്യം വേണം. ആമേൻ. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് സ്തോത്ര ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട്. ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട്. അപ്പൊ അഭിഷേകത്തെക്കാട്ടിലും വലിയതാണ് എന്ത്? സാന്നിധ്യം എന്നുള്ളത്. അഭിഷേകത്തെക്കാൾ വലിയതാണ് സാന്നിധ്യം. ഇന്ന് പകൽ അധരം തുറന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞേ, എടാ അഭിഷേകത്തെക്കാൾ വലിയതാ സാന്നിധ്യം. അഭിഷേകം കൊണ്ട് തൃപ്തിപ്പെടരുത്, പകരം നീ സാന്നിധ്യത്തെ വഹിച്ചു തുടങ്ങട്ടെ. ഹോളി സ്പിരിറ്റ്. ആമേൻ. ആ ദൈവ സാന്നിധ്യം തൻ്റെ കൂടെ ഇരുന്നപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. ഒന്ന്, നന്മ ചെയ്തോ. ആമേൻ. സാന്നിധ്യം നമ്മുടെ ക്യാരക്ടറിനെ മാറ്റിയെടുക്കുക. സാന്നിധ്യം നമ്മുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുക. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, സാന്നിധ്യം സ്വഭാവത്തെ മാറ്റുക. യേശു നന്മ ചെയ്തത് യേശുവിൻ്റെ അമ്മ മറിയം കന്യകയായതുകൊണ്ടോ യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ കുടുംബക്കാരെല്ലാവരും നല്ല സ്വഭാവമായതുകൊണ്ടോ അല്ല. യേശു വളർന്ന ബേത്തലഹേമോ നസറേത്തോ ഒരു ക്യാരക്ടർ ഫോർമേഷൻ സെന്റർ ആയതുകൊണ്ടല്ല. പകരം അവിടെ പറയുകയാണ് സ്തോത്ര, യേശു നന്മ ചെയ്തതിൻ്റെ പിമ്പിലുള്ള കാരണം യേശു ക്യാരി ചെയ്ത ദൈവ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യൗവനക്കാരുടെ അടുക്കൽ ഞാൻ പറയട്ടെ, പാപം അതിൻ്റെ തീവ്രതയോടുകൂടെ ആമേൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊരുതി കയറി വരുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാകുന്നത് നാം പഠിച്ചു വെച്ച പഠന സംഹിതകൾ കൊണ്ടല്ല, പകരം എൻ്റെ കൂടെ നിൽക്കുന്ന ദൈവ സാന്നിധ്യം. കണ്ടോ, ആ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തോ. ആമേൻ. കൂടെ ഇരുന്ന് സ്വഭാവ രൂപീകരണം നടത്തുന്ന ഒരു ദൈവ സാന്നിധ്യം. എന്നാൽ ദൈവ സാന്നിധ്യത്തിനകത്ത് നന്മ ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, പിശാച് ബാധിച്ചവരെ ഒക്കെയോ സൗഖ്യമാക്കി. അപ്പൊ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അധികാരം വെളിപ്പെടാൻ തുടങ്ങി. സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ അധികാരം വെളിപ്പെടാൻ തുടങ്ങി. യേശുവേ, അങ്ങ് പിശാചുക്കളെ സൗഖ്യമാക്കിയത്, പിശാചുക്കളെ പുറത്താക്കിയത്, രോഗികളെ സൗഖ്യമാക്കിയത് എങ്ങനെയാ? അഭിഷേകത്തിന്റെ ശക്തിയാണോ? യേശു പറയും, അല്ലല്ല, ഞാൻ വഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാല അഭിഷേകത്തിനപ്പുറമായി സാന്നിധ്യം കൈവരുത്തുന്ന ഒരു അധികാരം ഇന്ന് പകൽ ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഈ ഉപവാസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന ചിലരുടെ മേൽ ഒരു അധികാരം കൈമാറുന്ന മണിക്കൂറുകൾ ഒരു രോഗസൗഖ്യമല്ല, പകരം രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു അധികാരം. രോഗത്തിൽ നിന്നുള്ള വിടുതലല്ല, രോഗങ്ങളുടെ മേലുള്ള ഒരു അധികാരം.
ഇന്നു പകൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് രോഗങ്ങളുടെ സൗഖ്യമല്ല, രോഗികളുടെ മേലുള്ള ഒരു അധികാരം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഓ ഹോ ഹോ, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ലസല ലസറ റസന ഹഠന പ്രമോഷ് മർത്തേനിയ ലസ്മര കരം പ്രവർത്താനി. കുഞ്ഞുങ്ങൾ, യൗവനക്കാർ 1 മിനിറ്റ് അന്യഭാഷകളിൽ സംസാരിച്ചു കൊണ്ട് തന്നെ നിന്റെ ലാംഗ്വേജ് മാറുകയാ, നിന്റെ ടങ്സ് മാറുകയാ, നിന്റെ ടങ്സ് മാറുകയാ. അതൊരു അധികാരത്തിന്റെ ഭാഷയായി. യെസ് ബൽഷല കർമനാംതിയ. ഓ from right now when you worship, the authority shall be manifested. Los beh ha ha samtha ramja rakam bo boshveli hasmatoni e bohospelia. Yes, അധികാരം വെളിപ്പെടുന്ന ഒരു പ്രസൻസ്, അധികാരം. Yes, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുന്ന, പൈശാചിക മണ്ഡലങ്ങളെ അറുത്തു കളയുന്ന ഒരു ഹെവി പ്രസൻസ്, ഒരു ഹെവി പ്രസൻസ്. ആമേൻ. ശ്രദ്ധിക്കണമേ. സ്തോത്രം. കുറച്ച് സമയം സാവകാശം പോകും, അതിനകത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് കയറും. ഇന്ന് പകൽ ആമേൻ, ഞാൻ ആവർത്തിക്കുന്നു, എനിക്ക് ഇതിനകത്തൊരു വിടുതലുകൾ റിലീസ് ചെയ്യാനില്ല. പകരം ഇതിനകത്ത് ഒരു പ്രസൻസ് ഇമ്പാർട്ട് ചെയ്യാനാണ് പരിശുദ്ധാത്മാവിൽ ഞാൻ ആശ്രയിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു രോഗത്തെയോ ഒരു പ്രശ്നത്തെയോ അല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പകരം പ്രസൻസിനെ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആകയാൽ ഇന്ന് ഞാൻ ഇതിനകത്ത് രോഗശാന്തി ശുശ്രൂഷ ചെയ്യുകയില്ല, ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുകയില്ല. പക്ഷെ സാന്നിധ്യം എന്തോ ചെയ്യുമോ അതെനിക്കറിയുന്ന കാര്യമല്ല. ഞാൻ കയറട്ടെ, വിഷയത്തിലേക്ക് കയറട്ടെ. ആമേൻ. അപ്പോൾ യേശു കർത്താവിനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു, ശക്തിയാൽ അഭിഷേകം ചെയ്തു. അതിനനന്തരം യേശുവിൻ്റെ കൂടെ ദൈവ സാന്നിധ്യം ഇരുന്നു. അതിനപ്പുറം പറയുകയാണ്, ആ സാന്നിധ്യം നന്മയായും ആമേൻ അധികാരമായും വെളിപ്പെട്ടു. ഇന്ന് പകൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ആ വാക്യത്തിൽ നിന്ന് പോകുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വഭാവവും, 2 അധികാരമാണ്. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, എപ്പോഴും പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളോ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഫലവും വരവും ഒരുപോലെ ഒരു ദൈവ പൈതൽ, ഒരു ദൈവ മനുഷ്യൻ കൊണ്ടു നടക്കേണ്ടതാണ്. ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉളവാകുന്ന ക്രിസ്തുവിൻ്റെ പത്രം നിങ്ങളല്ലയോ? ആമേൻ. വി ആർ ദ ഓൺലി ബൈബിൾ ഫോർ സമ്മൺ. ദേശത്തിൽ പലരും ഒരിക്കലും ഈ ബൈബിൾ കൈകൊണ്ട് തൊടത്തില്ല, ഈ ബൈബിൾ അവർ തുറക്കത്തില്ല, ഈ ബൈബിൾ കണ്ടാൽ അവർ കീറിക്കളയും. പക്ഷേ അവർക്ക് വായിക്കാൻ പറ്റുന്ന വേറെ ഒരു ബൈബിളുണ്ട്. ആ ബൈബിൾ ഞാനും നീയുമായി കൊള്ളട്ടെ. എൻ്റെ ഓരോ പെരുമാറ്റത്തിലോ അവൻ ബൈബിളിൻ്റെ ഓരോ താളുകൾ വായിക്കട്ടെ. ആമേൻ. Let us be the ambassadors of Christ. Let us be the epistle of Christ. ക്രിസ്തുവിൻ്റെ ഒരു ലേഖനമായി നമുക്ക് കാണുവാൻ ഇടവരട്ടെ. പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾ വായിക്കുന്നത് എൻ്റെ ലേഖനം, പക്ഷെ ലോകം വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ലേഖനം. കണ്ടോ? ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ വായിക്കുന്നത് എൻ്റെ ലേഖനം, പക്ഷെ ലോകം വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ ലേഖനം. എങ്ങനെയാണ്? അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉളവാകുന്ന ക്രിസ്തുവിൻ്റെ പത്രം നിങ്ങളല്ലയോ? ക്രിസ്തുവിൻ്റെ പത്രം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ദ എപ്പൈസൽ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ക്രിസ്തുവിൻ്റെ ലേഖനമാണ് നിങ്ങളെന്ന്. ആമേൻ. ഞാൻ മുൻപോട്ട് വരട്ടെ സഹോദരങ്ങളെ. ഇന്ന് പകൽക്കാലം നമ്മളുടെ ഐഡൻറ്റിറ്റി എന്നുള്ളത് ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായിരിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം, അവിടെ അവരുടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ആകുന്നത് കാണുവാൻ കഴിയുക. അവരുടെ ഐഡൻറ്റിറ്റി 13-ൽ പറയുകയാണ്, അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും. അപ്പോൾ അവരുടെ ധൈര്യമായിരുന്നു അവരുടെ ഒന്നാമത്തെ ഐഡൻറ്റിറ്റി. പക്ഷേ
ധൈര്യത്തെ അളക്കാൻ ആഴത്തിൽ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവർ പഠിപ്പില്ലാത്തവരാണ്. അതാണ് അവരുടെ ഐഡൻറ്റിറ്റി. അടുത്തതായിട്ട് പറയുകയാണ്, ഇവർ സാധാരണ മനുഷ്യരാണ്. ഇതാണ് അവരുടെ അടുത്ത ഐഡൻറ്റിറ്റി. പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റിയെ മുഴുവനും മാറ്റിയത് അടുത്ത വരിയാണ്. എന്താണെന്നറിയാമോ? അവരെക്കുറിച്ച് പറഞ്ഞത് അവർ ധൈര്യമുള്ളവരെന്നല്ല, അവർ പഠിപ്പില്ലാത്തവരെന്നല്ല, അവർ സാമാന്യ മനുഷ്യരെന്നല്ല. പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റിക്ക് അപ്പുറം വേറെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. ഇന്ന് പകൽക്കാല നിന്റെ എഡ്യൂക്കേഷനെ കവർ ചെയ്യുന്ന, നിന്റെ കരിയറിനെ കവർ ചെയ്യുന്ന, നിന്റെ പ്രാപ്തിയെ കവർ ചെയ്യുന്ന, നിന്റെ കാസ്റ്റിനെ, നിന്റെ ക്രീഡിനെ, നിന്റെ ലാംഗ്വേജിനെ, നിന്റെ നാഷണാലിറ്റിയെ കവർ ചെയ്യുന്ന മറ്റൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയുടെ പേർ യേശുവിനോട് കൂടെ ആയിരുന്നവർ. ഇന്ന് പകൽക്കാല നീ സാന്നിധ്യത്തെ വഹിക്കാൻ തുടങ്ങിയാൽ, നീ പ്രസൻസിനെ ക്യാരി ചെയ്യാൻ തുടങ്ങിയാൽ, അത് നിന്റെ ഐഡന്റിറ്റിയെ സ്തോത്രം. ആമേൻ. ഇന്ന് പകൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, അഭിഷേകത്തെക്കാൾ വലിയതാണ് സാന്നിധ്യം. ഒരു മനുഷ്യന്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇന്ന് പകൽ ഞാൻ സാന്നിധ്യം എന്നതിനെക്കാട്ടിലുപരി വിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, മാനിഫെസ്റ്റബിൾ പ്രസൻസ് ഓഫ് ഗോഡ്, എന്നോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം, പ്രദർശിതമായിരിക്കുന്ന ദൈവ സാന്നിധ്യം. വായി തുറന്ന് എന്നോട് ചേർന്നൊന്ന് പറയാമോ? പ്രദർശിതമായിരിക്കുന്ന ദൈവ സാന്നിധ്യം. ഇന്ന് പകൽ നിങ്ങളോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടണം. ആമേൻ. എന്നോടുകൂടെ ദൈവമുണ്ട് എന്നുള്ളത് എൻ്റെ ഉറപ്പായാൽ പോരാ, എൻ്റെ ധൈര്യമായിരുന്നാൽ പോരാ, എൻ്റെ വിശ്വാസമായിരുന്നാൽ പോരാ. പകരം എന്നെ കാണുന്ന അപരൻ പറയണം, എന്നോടുകൂടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആമേൻ, ആമേൻ. ലോകം കാണുന്ന ഒരു സാന്നിധ്യം. ആമേൻ. ലോകം കാണുന്ന ഒരു സാന്നിധ്യം. എന്നോട് ചേർന്ന് പറഞ്ഞേ, ലോകം കാണുന്ന ഒരു സാന്നിധ്യം. ലോകം കാണുന്ന വണ്ണം ദൈവം എൻ്റെ കൂടെ നിൽക്കും. എത്ര പേർ പറയുന്നു ലോകം കാണുന്ന വെണ്ണ ദൈവം എൻ്റെ കൂടെ നിൽക്കാം? ഇന്ന് പകൽ ഇതിനകത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് നീ കണക്റ്റ് ആകുമ്പോൾ ലോകം കാണുന്ന ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കാൻ പോവുകയാണ്. ജീസസ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, സാന്നിധ്യം 3 ലെവലിലാണ്. സാന്നിധ്യം 3 ലെവലിൽ. ആമേൻ. ഒന്ന്, അതിൻ്റെ ഒരു 0 സ്റ്റേജ് ഉണ്ട്. 0 സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്നിധ്യത്തെ നമ്മൾ അറിയത്തേ ഇല്ല. അത് പലപ്പോഴും ഉണ്ടാകും. ദൈവ സാന്നിധ്യം നമ്മൾ അറിഞ്ഞേ ഇല്ല. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, യഹോവ ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഞാനോ അത് അറിഞ്ഞില്ല. സാന്നിധ്യം അറിയാതെ പോകുന്ന ഒരു തലമുണ്ട്, അതല്ല. പക്ഷേ സാന്നിധ്യത്തിലേക്ക് കയറുന്ന 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യത്തെ എന്ത് ചെയ്യുക? അറിയുക, സെൻസ് ചെയ്യുക. ആമേൻ. പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് വന്നിട്ട് സാധാരണമായി നമ്മളിങ്ങനെ നിൽക്കും, നമുക്കൊന്നും തോന്നത്തില്ല, നമ്മളിങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് ടെൻഷനൊക്കെ അടിച്ചിരിക്കും. പക്ഷെങ്കിൽ എവിടെയോ നമ്മളറിയാതെ കണ്ണുകളടയും, നമ്മളറിയാതെ കരഞ്ഞു തുടങ്ങും, നമ്മളറിയാതെ അന്യഭാഷ പറഞ്ഞു തുടങ്ങും. ആമേൻ. നമുക്ക് കണ്ണു തുറക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ നിൽക്കുക. അതെന്താണെന്നറിയാമോ? നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സെൻസ് ചെയ്യാൻ തുടങ്ങി. പലരും പരിഹസിക്കുമായിരിക്കും, പക്ഷേ ഞാൻ പറയാം, ചിലപ്പോൾ നമുക്ക് ഗൂസ് ബംസ് വരെ ഉണ്ടായെന്നിരിക്കാം. ഉച്ചി മുതലുള്ള അങ്കാൽ വരെ നമ്മളിങ്ങനെ ഫ്രീസ് ആകുന്നത് പോലെ തോന്നോ? അതെന്താണെന്നറിയാമോ? ആ സാന്നിധ്യം നമ്മൾ സെൻസ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന അനേകരും ആ ആത്മസാന്നിധ്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? സെൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സാന്നിധ്യത്തെ സെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് ചെയ്യാൻ കഴിയും. എന്താണെന്നറിയാമോ? ആ സെൻസ് ചെയ്ത സാന്നിധ്യവുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ കഴിയും. സെൻസ് ചെയ്ത സാന്നിധ്യവുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, ആ സാന്നിധ്യത്തിനകത്ത് നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുക. ആ സാന്നിധ്യത്തിനകത്ത് ദൈവം നമ്മോട് സംസാരിക്കുക, നമ്മൾ ദൈവശബ്ദം കേൾക്കുക. ചിലപ്പോൾ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ചില ദൈവിക അനുഭവങ്ങൾ, ചിലപ്പോൾ നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ദൈവിക അനുഭവങ്ങൾ, ചിലപ്പോൾ നമ്മുടെ പാപങ്ങളെ ഓർപ്പിച്ച് നമ്മളെ വിശുദ്ധീകരണത്തിനായി ഉണർത്തുന്ന സാന്നിധ്യം. അപ്പോൾ
സാന്നിധ്യം നമ്മളുമായി കണക്റ്റ് ആകുക. സെൻസ് ദ പ്രസൻസ്, കണക്ട് വിത്ത് ദ പ്രസൻസ്. എന്നാൽ ഇത് രണ്ടും ഉണ്ടായവരാണ് ഇതിനകത്തുള്ളവർ. ആമേൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്നിവിടെ വന്നു, ഞാൻ ഇന്നിവിടെ വന്നു, ഷൈജി പാസ്റ്ററെ കണ്ടു. ഷൈജി പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം വാഹനം കണ്ടപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അടുക്ക ചോദിച്ചു. അപ്പോൾ വാഹനം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന്. ആമേൻ. ഇനി വാഹനം കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലെന്നിരിക്കട്ടെ, ഞാൻ അകത്തു കയറി ഗസ്റ്റ് റൂമിൽ ഇരിക്കുമ്പോൾ ആമേൻ അഭിഷക്തൻ്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ആമേൻ, ഇന്ന് ഷൈജി പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന്. അത് ഞാൻ സെൻസ് ചെയ്തോ? ആമേൻ. എന്നാൽ സെൻസ് ചെയ്തതുകൊണ്ട് ഞാൻ അദ്ദേഹവുമായി കണക്റ്റ് ആകണമെന്നില്ല. ഞാൻ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ സംസാരിച്ച് കഴിയുമ്പോൾ, ഒരു ഹായ് പറഞ്ഞു കഴിയുമ്പോഴാണ് എന്താകുന്നത്? കണക്റ്റ് ആകുന്നത്. പക്ഷെങ്കിൽ ഇന്ന് ഈ ആരാധന കഴിഞ്ഞിട്ട് ആമേൻ വൈകിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോകും, പാസ്റ്റർ വഴിക്ക് പോകുക. അപ്പം സെൻസും ഉണ്ടായി, കണക്റ്റും ഉണ്ടായി. പക്ഷെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും ദൈവസാന്നിധ്യ ആമേൻ നമ്മൾ ദൈവസാന്നിധ്യം സെൻസ് ചെയ്യും, നമ്മൾ ദൈവസാന്നിധ്യവുമായി കണക്റ്റ് ആകും. പക്ഷെ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക, ദൈവത്തിൻ്റെ വഴിക്ക് നമ്മൾ പറഞ്ഞു വിടും. സ്തോത്ര. ആമേൻ. ദൈവത്തിൻ്റെ വഴിക്ക് നമ്മൾ പറഞ്ഞു വിടും, നമ്മൾ നമ്മുടെ വഴിക്കും പോകാം. പക്ഷെ സാന്നിധ്യത്തിൻ്റെ മൂന്നാമത്തെ തലം ഞാൻ പറയുന്നു, ക്യാരി ദ പ്രസൻസ്. ക്യാരി ദ പ്രസൻസ്. ക്യാരി ദ പ്രസൻസ്. ക്യാരി ദ പ്രസൻസ്. ആമേൻ. ഞാൻ ഇന്ന് ആരാധന കഴിഞ്ഞിട്ട് ആമേൻ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഷൈജി പാസ്റ്റർ അടുക്കൽ പറയുകയാണ്, പാസ്റ്ററെ എൻ്റെ കൂടെ വരാമോ? അപ്പോൾ പാസ്റ്റർ പറയില്ല, എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് നാളെ മൂന്നാറിലൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണെന്നാ. എന്നാൽ പിന്നെ എന്തോ ചെയ്യാനാ? ആമേൻ. ഇല്ല, എനിക്ക് ഷൈജി പാസ്റ്റർ കൂടെ ഒരു 2 ദിവസം നിൽക്കണമെന്ന് തീരുമാനമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? എൻ്റെ വാഹനം ഞാൻ ഇവിടെ ഇട്ടിട്ട് ഞാൻ ഷൈജി പാസ്റ്റർ വാഹനത്തെ കയറിയിട്ട് പറയുക, പാസ്റ്റർ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പാസ്റ്ററുടെ കൂടെ നിൽക്കണം, അതുകൊണ്ട് ഞാൻ പാസ്റ്ററിൻ്റെ കൂടെ വരികയാണെന്ന്. കാരണം എൻ്റെ നാളത്തെ റൂട്ടീനല്ല, എൻ്റെ നാളത്തെ സ്കെഡ്യൂളല്ല എനിക്ക് വിഷയ, എനിക്ക് സാന്നിധ്യമാണ് വിഷയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ഉപവാസ പ്രാർത്ഥനകൾക്കകത്ത് ഒരു ദൈവ സാന്നിധ്യം നീ അനുഭവിച്ചാൽ പോരാ, ഒരു ദൈവ സാന്നിധ്യവുമായി നീ കണക്റ്റ് ആയാൽ പോരാ, അതിനപ്പുറം ഒരു സാന്നിധ്യത്തെ നീ ക്യാരി ചെയ്ത് തുടങ്ങണം, ഒരു സാന്നിധ്യത്തെ നീ വഹിച്ചു തുടങ്ങണം. ഇന്ന് പകൽക്കാല എൻ്റെ അപ്പായോട് ഞാൻ പറയുന്നു, അപ്പായേ എനിക്ക് അങ്ങ് എൻ്റെ കൂടെ ഒന്ന് വരണം. ഇല്ല, അങ്ങേക്ക് എൻ്റെ കൂടെ വരാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് അങ്ങയുടെ വണ്ടിയിൽ ഒരു സ്പേസ് തന്നാൽ മതി, എന്നെ കൂടെ ഒന്ന് കൂടെ കൊണ്ടുപോയാൽ മതി. എൻ്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ വാ, ഇല്ല പറ്റത്തില്ലെങ്കിൽ അങ്ങയുടെ കൂടെ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോ. പക്ഷെ എന്തായാലും എനിക്കൊന്നു വേണം, ഐ നീഡ് thy presence. I need thy presence. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ വായി തുറന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പറ, ആമേൻ ആമേൻ, എന്നോട് കൂടെ ഇരിക്കപ്പാ, എന്നോട് കൂടെ ഇരിക്കപ്പാ. I need thy presence, O Lord. I need thy presence, O Lord. I need thy presence, O Lord. ആമേൻ. സാന്നിധ്യത്തിൻ്റെ ചില അനുഗ്രഹങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ചില അനുഭവങ്ങളെ, സാന്നിധ്യത്തിൻ്റെ ചില അനുഭവങ്ങളെ പറഞ്ഞ് അടുത്ത ചില സമയം സാന്നിധ്യത്തിനായി കാത്തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഇന്ന് വേഗത്തിൽ വചന ശുശ്രൂഷ പൂർത്തീകരിച്ച് ഞാൻ പരിശുദ്ധാത്മാവിനായി കാത്തിരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, ദൈവസാന്നിധ്യം വെളിപ്പെടണം, ദൈവസാന്നിധ്യം വെളിപ്പെടണം. ദൈവസാന്നിധ്യം വെളിപ്പെട്ട ചില വ്യക്തികളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ശ്രദ്ധിച്ചേ, കണ്ണുകൾ തുറന്ന് ശ്രദ്ധിച്ചേ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം ഉൽപ്പത്തി 39:3. ആമേൻ. യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. യഹോവ അവനോട് കൂടെയുണ്ടെന്ന് അവൻ്റെ യജമാനൻ കണ്ടു. യഹോവ അവനോട് കൂടെയുണ്ടെന്ന് അവൻ്റെ യജമാനൻ കണ്ടു. അപ്പം യജമാനൻ കാണുന്ന ഒരു ദൈവസാന്നിധ്യം ആരുടെ കൂടെ ഉണ്ടായിരുന്നോ? ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ഇന്ന് പകൽ എനിക്ക് വേണം? യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് യജമാനൻ കണ്ടോ? യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന്
യജമാനൻ കണ്ടോ? ആമേൻ. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് യജമാനൻ കണ്ടോ? യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നുവെന്ന് യജമാനൻ കണ്ടു. അത് എങ്ങനെയാണെന്നറിയാമോ? അവിടേക്ക് നാം കടന്നു വരുമ്പോൾ പ്രധാനമായ 3 കാര്യങ്ങളാണ് ജോസഫിൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. ആമേൻ. കൃതാർത്ഥനായി. ആമേൻ. കൃതാർത്ഥൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹി ബിക്കെയിം എ പ്രോസ്പറസ് മാൻ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നതെല്ലാം സാധ്യമായി തീർന്നോ. അവനൊരു തൈ നട്ടാൽ അത് വൃക്ഷമായി തീരോ. അവനൊരു കിണർ കുത്തിയാൽ അതിനകത്ത് വെള്ളം കാണോ. അവനൊരു സഭ തുടങ്ങിയാൽ അതിനകത്ത് ആത്മാക്കൾ കടന്നു വരോ. അവനൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ അത് നടക്കോ. അവൻ ചെയ്യുന്നതൊക്കെ നടക്കാൻ തുടങ്ങി. അവൻ ചെയ്യുന്നതൊക്കെ ദൈവം സാധിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നീ അറിയണം, സാന്നിധ്യം നിന്നെ ഒരു പരാജയത്തിൽ കൊണ്ടുപോകത്തില്ല. സാന്നിധ്യം നിന്നെ എ മാൻ ഓഫ് സക്സസ്. ഇന്ന് പകൽ ഇതിനകത്ത് ആമേൻ ആമേൻ എന്തൊക്കെ ചെയ്തിട്ടും ജയിക്കാത്തവരുണ്ടെങ്കിൽ, ആമേൻ, ബിസിനസ് തുടങ്ങിയിട്ട് ജയിക്കുന്നില്ല, കുടുംബജീവിതം ജയിക്കുന്നില്ല, പിള്ളാരെ വളർത്തിയിട്ട് സക്സസ് ആകുന്നില്ല, ഇന്ന് പകൽക്കാല അതിനെ ബന്ധിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം you shall be a prosperous man. നീ തൊടുന്ന എല്ലാറ്റിലും ഒരു സക്സസ് വരും. നീ ഇടപെടുന്ന എല്ലാറ്റിലും ഒരു സക്സസ് വരും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം, അഭിഷക്തനെ, നിന്റെ മേലൊരു സാന്നിധ്യം കൈമാറുകയാണ്. നീ ഒരു പരാജയമെന്ന് വിധി എഴുതിയ ലോകത്തിന്റെ മുൻപാകെ, yes, you shall be a prosperous man. ആമേൻ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ആമേൻ. ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ, നോട്ടുണ്ടെങ്കിൽ കുറിച്ചിട്ടോണം, നോട്ടില്ലെങ്കിൽ മനസ്സിനകത്ത് കുറിച്ചിട്ടോ. പ്രസൻസ് മേക്ക് എ മാൻ ഓഫ് സക്സസ്, എ പ്രോസ്പറസ് മാൻ. ആമേൻ. സാന്നിധ്യം ഒരു മനുഷ്യനെ ഒരു സക്സസ്ഫുൾ മനുഷ്യനാക്കി തീർക്കുക. അവൻ ചെയ്യുന്നതൊക്കെ ദൈവം സാധിപ്പിക്കുക. ആമേൻ. നീ ചെയ്യുന്നതൊക്കെ പിശാച് മുടക്കിയ കാലം കഴിഞ്ഞു. നീ ചെയ്യുന്നതിനൊന്നും റിസൾട്ട് തരാതെ വാദിച്ചു നിന്ന പൈശാചിക കാലം കഴിഞ്ഞു. അടുത്ത സീസൺ ആരംഭിക്കുന്നു. അടുത്ത കാലം ആരംഭിക്കുന്നു. ദൈവ സാന്നിധ്യത്തിന്റെ കാലം. സ്തോത്രം, 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 സ്തോത്രം. ഇപ്പൊ സാന്നിധ്യം ഒന്ന് നമ്മളെ ഒരു പ്രോസ്പറസ് മാൻ ആക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജയം നൽകും. സാന്നിധ്യം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ പറയുകയാണ്: അതുകൊണ്ട് ജോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തോ. സ്തോത്രം. ജോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തോ. ആൻഡ് ഹി ഫൗണ്ട് ഗ്രേസ് ഇൻ ദ സൈറ്റ് ഓഫ് ഹിസ് മാസ്റ്റർ. ആമേൻ. ദൈവ സാന്നിധ്യം ഒരുത്തനോട് കൂടെയുണ്ടെങ്കിൽ, ആമേൻ, അത് ചില ബന്ധങ്ങളെ കൊണ്ടുവരും. ഞാൻ പറയട്ടെ, ചില കണക്ഷനുകളെ കൊണ്ടുവരും. ഇന്ന് പകൽക്കാല ഈ ഉപവാസ പ്രാർത്ഥനകൾക്കപ്പുറമായി ദൈവം ഇതിനകത്ത് ചിലർക്ക് ശ്രേഷ്ഠമായ ചില കണക്ഷനുകളെ കൊണ്ടുവരാം. എത്ര പേർ വിശ്വസിക്കുന്നു? ജോസഫിനോട് പൊത്തീഫറിനൊരു ഇഷ്ടം തോന്നി. നിന്നോട് ചിലർക്ക് ചില കണക്ഷനുകൾ ഉണ്ടാകാം. അത് സാന്നിധ്യത്തിൻ്റെ അടയാളമായിരിക്കാം. ഇന്ന് പകൽക്കാലം നീ അറിയാത്ത ചില കണക്ഷനുകൾ, അറിയാത്ത ചില ഫോൺ കോളുകൾ, അറിയാത്ത ചില ദേശങ്ങൾ, അറിയാത്ത ചില വഴികൾ, അറിയാത്ത ചില വാതിലുകൾ, ഇന്നു പകൽ സാന്നിധ്യം, the presence brings connections. Presence brings connections. സംപ്ലമ ഹർത്താനിയ ലാസ്മലഗടഗജന. ഞാനൊരു കാര്യം പറയാം. യോസഫിന് ദർശനമുണ്ടായിരുന്നു. പക്ഷേ ദർശനം മാത്രമുള്ള ജോസഫിൻ്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടോ. ആമേൻ. അപ്പനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടോ. അമ്മ അവന് കുഞ്ഞുപ്രായത്തിലെ നഷ്ടപ്പെട്ടോ. സഹോദരന്മാർ അവനെ വെറുക്കാൻ തുടങ്ങി. ആമേൻ. അവൻ്റെ ജീവിതത്തിൽ ആമേൻ ബന്ധങ്ങൾ നിലനിൽക്കാതെ വെറുപ്പിൻ്റെ, ആമേൻ, പകയുടെ ഒരു കാലത്തിൻ്റെ നടുവിൽ നീറിപ്പുകഞ്ഞ മനുഷ്യനാണ് ആരെന്നറിയാമോ? ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ. എല്ലാവരും തള്ളപ്പെട്ട ചരിത്രം, എല്ലാവരും ഒറ്റപ്പെടുത്തി
കിട്ടിയ ചരിത്രം. പക്ഷെ പ്രസൻസ് അവനെ കയറി പിടിച്ചപ്പോൾ അവിടെ നിന്ന് അവന് കണക്ഷനുകൾ ഉണ്ടായി. ഇന്നു പകൽക്കാലം കണക്ഷനുകൾ ഉണ്ടാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. Amen. ഞാൻ പറയുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങൾക്കുള്ളതല്ല, ചിലതാണ് നിങ്ങൾക്കുള്ളത്. ആ വിഷയത്തെ കയറി പിടിച്ചോണം. ആമേൻ. അതിനെ മാത്രം പിന്നീടുള്ള പ്രസംഗത്തിൻ്റെ ഭാഗം ഒന്നും നിങ്ങൾ കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ അന്തരാത്മാവിനെ ടച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചോണം. ദൈവ സാന്നിധ്യം ഇന്ന് വരുമ്പോൾ ആ വിഷയത്തിൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാകാം. അപ്പോൾ സാന്നിധ്യം ജോസഫിനെ കയറി പിടിച്ചപ്പോൾ ഒന്ന്, ജോസഫ് ചെയ്യുന്നതൊക്കെ നടക്കാൻ തുടങ്ങി. രണ്ട്, ജോസഫിന് നല്ല ബന്ധങ്ങളെ ലഭിക്കാൻ തുടങ്ങി. മൂന്ന്, ആ 4-ാം വാക്യത്തിൽ പറയുകയാണ് അവനെ ഗ്രഹവിചാരകനാക്കി. അമേൻ. എന്ന് പറഞ്ഞാൽ അടിമയായി കയറി വന്നവൻ ഇപ്പോൾ ആരായി തീർന്നെന്നറിയാമോ? ആ വീടിൻ്റെ സ്റ്റുവാർഡ്, ആ വീടിൻ്റെ ഓവർസിയർ ആക്കിയെന്ന്. അമേൻ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കിൽ പറയാ, അമേൻ, പ്രസൻസ് ബ്രിങ്സ് പ്രമോഷൻ. ദൈവ സാന്നിധ്യം നിന്നെ പ്രമോഷനെ കൊണ്ടുവരാം. അതിൻ്റെ 2 തലത്തിൽ ഞാൻ പറയുകയാണ്. നിന്റെ ഭൗമിക മേഖലയിൽ അമേൻ ആരൊക്കെ നിന്റെ ഉയർച്ച തടഞ്ഞു നിർത്തിയാലോ സാന്നിധ്യമുള്ളവൻ ഉയർച്ച പ്രാപിക്കും. അമേൻ. എന്നോട് ചേർന്ന് പറഞ്ഞേ, സാന്നിധ്യമുള്ളവൻ ഉയർച്ച പ്രാപിക്കാം. അമേൻ. എന്നാൽ അമേൻ ഭൗമിക ഉയർച്ചകൾ മാത്രമല്ല, അതിനപ്പുറമായി നിന്റെ അഭിഷേകത്തിൻ്റെ ഗ്രേഡ് വർദ്ധിക്കാം. നിന്റെ സ്പിരിച്വൽ ഓഫീസുകൾ, നിന്റെ സ്പിരിച്വൽ അതോറിറ്റി ഇന്ന് പകൽ, ഓ ഹോളി സ്പിരിറ്റ്, 2-3 മിനിറ്റുകൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചിലരെ ഒരു സ്പിരിച്വൽ പ്രമോഷനിലേക്ക്, നിന്റെ സ്പിരിച്വൽ റാങ്കിങ് മാറട്ടെ. നിന്റെ സ്പിരിച്വൽ റാങ്കിങ് മാറട്ടെ. നിന്റെ സ്പിരിച്വൽ റാങ്കിങ് മാറട്ടെ. നിന്റെ നക്ഷത്രങ്ങളുടെ എണ്ണം മാറട്ടെ. പരിശുദ്ധാത്മാവേ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കവർ ചെയ്യുന്നത് എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. യെസ്, ചിലരുടെ സ്പിരിച്വൽ റാങ്കിങ്ങുകൾ മാറുകയാണ്. അഭിഷേകത്തിന്റെ റാങ്ക് മാറുകയാണ്. നിന്റെ സ്പിരിച്വൽ പൊസിഷനുകൾ, നിന്റെ സ്പിരിച്വൽ ഓഫീസുകൾ ദൈവാധികാരത്തിൽ ഷിഫ്റ്റ്. നീ 10-50 പേർക്ക് അധിപതിയാണ്, പക്ഷെ നിന്നെ ദൈവ ശതാധിപനാക്കുകയാണ്. ചില ശതാധിപന്മാരെ ദൈവ സഹസ്രാധിപന്മാരാക്കുകയാണ്. ചില സഹസ്രാധിപന്മാരെ ദൈവം ലെഫ്റ്റനന്റ് ആക്കുകയാണ്. ചിലരെ ക്യാപ്റ്റന്മാരാക്കുകയാണ്. ദ സ്പിരിച്വൽ ഓഫീസ്. ആത്മാവിൽ കണക്ട് ആകട്ടെ. ആത്മാവിൽ കണക്ട് ആകട്ടെ. പരിശുദ്ധാത്മാവ്. യെസ്, ചിലരുടെ സ്പിരിച്വൽ റാങ്കിങ് ചേഞ്ച് ആവുകയാണ്. നിന്റെ സ്പിരിച്വൽ ഓഫീസ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഷിഫ്റ്റ്. കൃപയുള്ളവർ ഇതിനകത്ത് മൗനമായി നിൽക്കരുത്. ശുശ്രൂഷയുള്ളവർ ഇതിനകത്ത് മൗനമായി നിൽക്കരുത്. ഇത് നിന്റെ സ്പിരിച്വൽ പ്രമോഷനാണ്. ഇതാ പരിശുദ്ധാത്മാവ്. യെസ്, സാന്നിധ്യം ഒരു പ്രമോഷനെ നൽകുകയോ, സാന്നിധ്യം ഒരു പ്രമോഷനെ നൽകുകയോ. നീ ഒരു ഭൂതത്തെ ശാസിച്ചവനാണ്, പക്ഷെ നീ ഒരു ഭൂതത്തെ അല്ല, ഭൂതങ്ങളുടെ ഗണങ്ങളെ നീ പിടിച്ചു കെട്ടുകയാണ്. നിന്റെ പ്രാർത്ഥനയിൽ പനിയും തലവേദനയും അല്ല. നിന്റെ പ്രാർത്ഥനയിൽ ക്യാൻസറുകൾ സുഖമാകാൻ, നിന്റെ പ്രാർത്ഥനയിൽ മരിച്ചവർ ഉയർക്കുവാൻ ഒരു സ്പിരിച്വൽ റാങ്ക് മാറട്ടെ. നിന്റെ റാങ്ക് മാറുകയാണ്.
നിന്റെ റാങ്ക് മാറുകയാണ്. യെസ്, നിന്റെ റാങ്ക് മാറുകയാണ്. ഇതാ ഒരസാധാരണ ദൈവശക്തി നിന്നെ കവർ ചെയ്യുന്നു. കവർ. ഒരു പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുകയാണ്. ഒരു പുതിയ എണ്ണ നിന്നെ തേപ്പിക്കുകയാണ്. കാരണം നിന്റെ ഓഫീസ് മാറി. ഒരു പുതിയ യൂണിഫോം. കാരണം നിന്റെ റാങ്ക് മാറി. ഇതാ റാങ്ക് മാറുന്ന ഒരു അഭിഷേകം. ഇതാ സ്പിരിച്വൽ ഓഫീസുകൾ മാറുകയാണ്. ഇന്നലകളിൽ നീ എതിരിട്ട ഭൂതങ്ങളെ അല്ല, ഇന്നലകളിൽ നേരിട്ട പിശാചിനെ അല്ല, അതിനടുത്ത തലത്തെ ഒതുക്കാൻ തക്കവണ്ണം നിന്റെ സ്പിരിച്വൽ അതോറിറ്റിയെ ദൈവം എസ്കലേറ്റ് ചെയ്യുന്നു. Amen. 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 Jesus. നീ സ്പിരിച്വൽ തലത്തിൽ ഒരു ശതാധിപനായിരുന്നേക്കാം. നീ സ്പിരിച്വൽ, നീ ആത്മമണ്ഡലത്തിൽ ഒരു 100 പേരുടെ അധിപതിയായിരുന്നേക്കാം. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനകൾ എന്നെ ആത്മതലത്തിൽ ഒരു സഹസ്രാധിപനാക്കുന്നുവെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞാനൊരു സഹസ്രാധിപനായിരുന്നു, പക്ഷേ എൻ്റെ ദൈവം എന്നെ ഒരു ക്യാപ്റ്റനാക്കുന്നുവെന്ന്, ഒരു ലീജിയന്റെ അധിപതിയാക്കുന്നുവെന്ന് എത്ര പേർക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നോ? നിന്നെ ദൈവം, നിന്റെ സ്പിരിച്വൽ റാങ്കിങ്ങിനെ ദൈവം മാറ്റുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? നിന്റെ സ്പിരിച്വൽ റാങ്കിങ്ങിനെ ദൈവം മാറ്റുകയാണ്. ആമേൻ. യോസഫിന്റെ റാങ്കിനെ മാറ്റി. ഫറവോ പൊത്തിഫറിന്റെ വീടിനവനെ ഓവർസിയർ ആക്കി. ആമേൻ. അടുത്തത് അവിടെ നിന്ന് യോസഫിനെ വിടുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിലാണെങ്കിലോ റാങ്ക് മാറിയില്ല. കാരാഗ്രഹത്തിലുള്ളവരുടെ മുഴുവനും കാര്യങ്ങൾ നോക്കുന്ന ചുമതല ആരുടെ മേലായിരുന്നോ? ആമേൻ, യോസഫിനായിരുന്നോ? ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ലോകത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ അധികാരം നിന്റെ മേളിൽ കൈവശം വരട്ടെ. യോസഫ് ആദ്യം പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് എങ്ങോട്ടാണെന്നറിയാമോ? ഒരു ഓഫീസറിൻ്റെ വീടിനെ മാനേജ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് ഫറവോൻ്റെ ഒരു ഓഫീസിനെ മാനേജ് ചെയ്യാൻ തുടങ്ങി. ഏതാ ഓഫീസ്? പ്രിസൺ ഓഫീസിനെ മാനേജ് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ ഒരു ഒറ്റ പ്രൊമോഷനായിരുന്നു. എങ്ങോട്ടാണെന്നറിയാമോ? ഒരു രാജ്യത്തെ മുഴുവനും മാനേജ് ചെയ്യാൻ തുടങ്ങി. ആമേൻ. ഒരു ഓഫീസറുടെ വീട്, ഒരു കിങ്ഡം ഓഫീസ്, അതിനുശേഷം ഒരു കിങ്ഡത്തെ മുഴുവനും അവൻ മാനേജ് ചെയ്യാൻ തുടങ്ങി. സാന്നിധ്യം പ്രമോഷനെ കൊണ്ടുവരാം. ഞാൻ ഇന്ന് പകൽ ഇത് കേവലം ഒരു ഉദ്യോഗത്തിലെ കയറ്റം മാത്രമായി പറഞ്ഞു വിടുകയല്ല, പകരം ഒരു സ്പിരിച്വൽ റാങ്കിങ്. ആമേൻ. നീ ഇന്നലകളിൽ പോരാടി നിന്ന നിന്റെ ചില മേഖലകളിൽ നീ അധികാരത്തോടെ കൽപ്പിക്കത്തക്കവണ്ണമുള്ളതായ ഒരു തലത്തിലേക്ക് ജീസസ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ 21 ദിവസത്തെ ഉപവാസങ്ങളിൽ കഴിയുമ്പോൾ
എൻ്റെ മാർച്ച് മാസത്തിൻ്റെ ആരംഭമായപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ഇങ്ങനെ നിലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നീ എഴുന്നേറ്റ് ചെയറിലിരിക്കാൻ പറയുകയാണ്, നീ എഴുന്നേറ്റ് ചെയറിലിരിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒത്തിരി സമയമാകുന്നില്ല. ഞാനിങ്ങനെ മുഴങ്കാലിലിരുന്ന് ഇങ്ങനെ ആത്മാവിൽ പോരാടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് ചെയറിലിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ സൈഡിലുള്ള പഠിക്കുന്ന ചെയറല്ല, അപ്പുറത്തുള്ള ഒരു റിലാക്സ് ചെയറിലിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര റിലാക്സ്, ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഇരിക്കുന്ന ഒരു വിനയത്തോടു കൂടെയല്ല, ഭയങ്കരമായ ഒരു ഈസി സിറ്റിങ്ങിലേക്ക് വരികയാണ്. ഞാനിങ്ങനെ അതിനകത്ത് ഇരിക്കുമ്പോൾ അറിയാതെ ഞാൻ അന്യഭാഷകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ സൈലൻ്റ് ആകുന്നത് എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ പെട്ടെന്ന് ഒരു ദൈവ ശബ്ദം ഇങ്ങനെ കേട്ടോ, യുവർ പ്രയർ റൂം ഈസ് നോ മോർ എ വാർ റൂം ബട്ട് ദിസ് ഈസ് ഗോയിങ് ടു ബി എ ത്രോൺ റൂം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രാർത്ഥനാ മുറി ഇനി ഒരു പോരാട്ടത്തിൻ്റെ മുറിയല്ല, പകരം അത് സിംഹാസനത്തിൻ്റെ മുറിയാവുകയാണെന്ന്. ലംധുനിയ മഹംസത്താനിയ പ്രമന ഹഡനഗസ്യം പ്രമാശത്താനിയ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ സ്പിരിച്വൽ റാങ്കിങ് വലുതായി കഴിഞ്ഞാൽ നീ പോരാടിക്കൊണ്ടിരുന്ന പല വിഷയങ്ങളിലും നീ പിന്നെ പോരാടുകയില്ല, പകരം നീ അതിനകത്ത് കൽപ്പിക്കാൻ തുടങ്ങും. ഞാൻ പറയട്ടെ, സ്പിരിച്വൽ റാങ്കിങ്. 4-ാം യാമത്തിൽ യേശു തടാകത്തിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കൽ വരുമ്പോൾ ശിഷ്യന്മാർ കാറ്റിനോടും കടലിനോടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ മാസ്റ്റർ കടന്നു വന്നോ, അവരുടെ ഗുരു കടന്നു വന്നോ, അവരുടെ ലീഡർ കടന്നു വന്നോ. അവരുടെ ലീഡർ സ്പിരിച്വലി ഹൈലി റാങ്ക്ഡ് ആയിരുന്നോ. അദ്ദേഹം കടന്നു വന്ന് എടാ ഇങ്ങനെയല്ല കാറ്റിനെ പിടിക്കേണ്ടത്, ഞാൻ പിടിക്കുന്നത് പോലെ പിടിക്ക്, ഞാൻ തടയുന്നത് പോലെ തട, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, ഇവര് പോരാടിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവരുടെ മാസ്റ്റർ ഇപ്പുറത്തു നിന്ന് പറയുകയാണ്, കാറ്റ് നീ അടങ്ങ്, കടലെ നീ ശാന്തമാക. അതാണ് സ്പിരിച്വൽ റാങ്കിങ്. ഇന്ന് പകൽ ഇതിനകത്ത് നിന്റെ സ്പിരിച്വൽ റാങ്കിങ് ചേഞ്ച്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നീ പോരാടി പ്രാർത്ഥിക്കുന്നവൻ എന്നതിനപ്പുറം നീ അധികാരത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്ക് അധികാരത്തോടെ പ്രാർത്ഥിക്കണം? അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറ, അധികാരത്തോടെ പ്രാർത്ഥിക്കണം, അധികാരത്തോടെ. എൻ്റെ സഹോദരങ്ങളെ, കേൾക്കുമ്പോൾ ഒരു പക്ഷേ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഞാൻ ഈ ദൈവശബ്ദം ഞാൻ കേട്ടു. യുവർ പ്രയർ റൂം ഈസ് നോ മോർ എ വാർ റൂം ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ത്രോൺ റൂം എന്ന്. ഞാനിത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥന കഴിയുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഒരു വർഷിപ്പ് പ്ലേ ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ റൂമിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്ത ഉടനെ അതിനകത്ത് ഇത് ചിലർക്കിത് പരിഹാസമായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഐ ബിലീവ് ഇറ്റ്. എൻ്റെ മുമ്പിൽ ഒരു ഇതിങ്ങനെ കയറി വരികയാണ്, ത്രോൺ റൂം വർഷിപ്പ് എന്ന്. അന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരാളുടെ പാട്ട് അതിനകത്ത് കയറി വരികയാണ്, ത്രോൺ റൂം വർഷിപ്പ്. നമ്മൾ രണ്ടുപേരിരുന്ന് സംസാരിച്ചതാണെങ്കിൽ നമ്മൾ പറഞ്ഞേനെ, കണ്ടോ മൊബൈലെല്ലാം പിടിക്കുന്നുണ്ട്, ഉടനെ അവൻ പ്രോംപ്റ്റ് തന്നതാണെന്ന് പറഞ്ഞേനെ. പക്ഷേ ഞാൻ എൻ്റെ അന്തരാത്മാവിൽ കേട്ട ദൈവശബ്ദം, ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞൊരു പാട്ടിടാമെന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിനകത്ത് തൊട്ടുടനെ പറയുകയാണ്, ത്രോൺ റൂം വർഷിപ്പ് എന്ന്. സാധാരണ ഞാൻ യൂട്യൂബ് മ്യൂസിക്കാണ് ഓപ്പൺ ചെയ്യാറ്, പക്ഷെ അന്ന് രാത്രി എനിക്കെന്തോ യൂട്യൂബിനകത്തുനിന്ന് ഒരു പാട്ടെടുത്ത് കേൾക്കാം. യൂട്യൂബ് മ്യൂസിക്കിൽ കൂടുതലും കേട്ട പാട്ടുകളാണല്ലോ, വേറെ എന്തെങ്കിലും ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തതുമല്ല, അതിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നു ത്രോൺ റൂം വർഷിപ്പ്. ഞാൻ ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ പാട്ട് കേട്ടിട്ടില്ലായിരുന്നോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം അതൊരു കൺഫർമേഷൻ ആണെങ്കിൽ ഞാൻ പറയുന്നു, ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിനക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ സ്പിരിച്വൽ റാങ്കിങ്ങിനെ മാറ്റുന്നതാണ്. നീ ആകുലപ്പെട്ട് പ്രാർത്ഥിച്ചു, നീ സംശയിച്ചു പ്രാർത്ഥിച്ചു. ഒരു കാലത്ത് അങ്ങനല്ലായിരുന്നു. ദൈവത്തെ എൻ്റെ പ്രാർത്ഥന കേൾക്കുവോ സംശയിച്ചു പ്രാർത്ഥിച്ചു. പക്ഷെ പിന്നീട് നീ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്നറിയോ? കരഞ്ഞു പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസം, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, എനിക്ക് വേറൊരു പോംവഴിയില്ല കർത്താവേ, എനിക്ക് വേറെ എങ്ങോട്ടും ഇല്ല കർത്താവേ. നീ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് നീ കയറിയപ്പോൾ നിനക്ക് മനസ്സിലായി അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, അന്യഭാഷകളിൽ പോരാടി പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ നീ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇരുന്ന് മാത്രമല്ല, നടന്നു, ഇരുന്നു, എഴുന്നേറ്റോ, പോരാടി 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 പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ പോരാട്ട പ്രാർത്ഥന അടുത്ത ഒരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോവുകയാണ്. പ്രൊഫറ്റിക്കൽ തലത്തിലേക്ക്, അധികാരത്തോടെ പ്രാർത്ഥിക്കാൻ. അധികാരത്തോടെ ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? Let the authority be manifested. Jesus. Amen. പ്രാർത്ഥിക്കുമ്പോൾ അധികാരം വെളിപ്പെടും. പറഞ്ഞേ, പ്രാർത്ഥിക്കുമ്പോൾ അധികാരം വെളിപ്പെടും. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് മടങ്ങി വരാം. യേശു ശിഷ്യന്മാരുമായി, യാക്കോബും യോഹന്നാനും പത്രോസുമായി താബോർ മലയുടെ മുകളിൽ കയറി അവരുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത വാക്കറിയാവുന്നവർ പറഞ്ഞേ, പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി. അവൻ്റെ വസ്ത്രം ഭൂമിയിൽ ആർക്കും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്തതുപോലെ വെളിച്ചം പോലെ വെണ്മയായി തീർന്നു. അപ്പൊ പ്രാർത്ഥിച്ചപ്പോ മുഖഭാവം മാറി. ഒരു സ്പിരിച്വൽ ഹയർ അതോറിറ്റിയിലേക്ക് അമേൻ പ്രൊമോഷൻ. ഞാൻ മുമ്പോട്ട് പോകട്ടെ, ഇവിടെ നിന്നാൽ അമേൻ ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. അമേൻ പ്രാർത്ഥന ഒരു മനുഷ്യനെ പ്രോസ്പറസ് ആക്കോ. അമേൻ പ്രസൻസ് ഒരു മനുഷ്യനെ പ്രോസ്പറസ് ആക്കോ. പ്രസൻസ് ഒരു മനുഷ്യന് കണക്ഷനുകളെ നൽകോ. പ്രസൻസ് ഒരു മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യുക. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാം വാക്യം, അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാം. ഹിസ്കിയാവിനെ കുറിച്ചാണ് പറയുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം 7-ാം വാക്യം, യഹോവ അവനോട് കൂടെയുണ്ടായിരുന്നു. യഹോവ അവനോട് കൂടെയുണ്ടായിരുന്നു. അവൻ ചെന്നിടത്തൊക്കെ കൃതാർത്ഥനായി വന്നു. അവൻ ചെന്നിടത്തൊക്കെ കൃതാർത്ഥനായി വന്നു. ദൈവം ഒരുത്തനോട് കൂടെയുണ്ടെങ്കിൽ അവൻ ചെല്ലുന്നിടം മുഴുവനും അവൻ എന്തായിത്തീരുമെന്നറിയാമോ? അവൻ കൃതാർത്ഥനായി തീരും. അവൻ അമേൻ സ്തോത്ര. ഞാൻ അവിടെ അതിൻ്റെ 5-6 വാക്യങ്ങളെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുൻപോട്ട് പോകാം. ദൈവം അവനോട് കൂടെയിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? 5-ാം വാക്യം ഒന്ന് വായിച്ചേ. 5-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചോ. നീ ആശ്രയിച്ചാൽ ദൈവം നിന്റെ കൂടെ ഇരിക്കുക. അമേൻ. മനുഷ്യനിലല്ല, പ്രഭുക്കന്മാരിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കൂടെ ദൈവം ഇരിക്കുക. അമേൻ. 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം ആശ്രയിച്ചു എന്ന് പറയുന്നു. 6-ാം വാക്യം അവൻ യഹോവയോട് ചേർന്നിരുന്നു. അമേൻ. 1 ആശ്രയിക്കുക, 2 ചേർന്നിരിക്കുക, 3 അവനെ വിട്ട് പിന്മാറാതെ. ജീവിതത്തിൽ പ്രതികൂലം വന്നിട്ടോ, പ്രലോഭനം വന്നിട്ടോ, വെല്ലുവിളി വന്നിട്ടോ, ആമേ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്ന് ഉറക്കെ പറഞ്ഞ് അവനെ വിട്ടു പിന്മാറാതെ അവനെ അനുഗമിച്ചു. കണ്ടോ? ആശ്രയിക്കുക, ചേർന്നിരിക്കുക, വിട്ടു പിന്മാറാതെ അനുഗമിക്കുക. അടുത്ത ഭാഗം പറയുകയാണ്, അവൻ്റെ സകല കൽപ്പനകളെയും പ്രമാണിച്ചു നടന്നു. ആശ്രയിക്കുക, ചേർന്നിരിക്കുക, പ്രതികൂലങ്ങളിൽ കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഇരിക്കുക. 4 സ്തോത്ര, എല്ലാറ്റിലും ദൈവത്തെ അനുസരിക്കുക. ഈ 4 കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, യഹോവ അവനോട് കൂടെ ഇരുന്നു. എന്നോട് ചേർന്നെന്ന് പറഞ്ഞേ, ആശ്രയിക്കണം, ചേർന്നിരിക്കണം, അമേൻ, പിന്മാറി പോകരുത്. 4 എല്ലാ കൽപ്പനകളും അനുസരിക്കണം. അങ്ങനെയെങ്കിൽ 5ാമതൊരു അനുഭവം ഉണ്ടാകുക, അവൻ്റെ സാന്നിധ്യം. അത് നമ്മളെ സക്സസ്ഫുൾ ആക്കി തീർക്കാം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന യൗവനക്കാരി കുഞ്ഞുങ്ങളുടെ അടുക്കൽ ഞാൻ പറയുകയാണ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, cleave unto God, do not be dismayed in your trouble. Amen. Be obedient to God. നീ 1 ദൈവത്തിൽ ആശ്രയിക്കണം, 2 നീ ദൈവത്തോട് ചേർന്നിരിക്കണം, 3 പ്രതികൂലങ്ങളിൽ നീ പിന്തിരിഞ്ഞോടരുത്, ഭയപ്പെടരുത്, 4 നീ അവനെ അനുസരിക്കണം, അവൻ നിന്നോട് കൂടെ ഇരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാൻ സാന്നിധ്യത്തിൻ്റെ 1-2 ഭാഗങ്ങളെ പറഞ്ഞു പോവുകയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ
അവസാന വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നോ. ആമേൻ. യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നെന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല, അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നോ. അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നോ. അവൻ്റെ കീർത്തി ദേശത്തെല്ലായിടവും പരന്നോ. ദൈവം ഒരുത്തനോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ്റെ കീർത്തി ദേശത്ത് പരക്കും. ഞാൻ അതിലേക്കല്ല വരുന്നത്. ആ വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നോ. അങ്ങനെ ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെ, എന്തുകൊണ്ട് യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നോ? എൻ്റെ സഹോദരങ്ങളെ, അതിൻ്റെ ഒന്നാമത്തെ കാരണം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. അവിടെ മോശ മരിച്ചു. മോശ മരിച്ചതിന് ശേഷം ദൈവം യോശുവയുടെ അടുക്കൽ പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, നിന്റെ ജീവകാലത്തൊരിക്കലോ ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കയില്ല. 2, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കുക. ഇതെന്താ ഈ 2 കാര്യങ്ങൾ ദൈവം യോശുവയോട് കൂടെ പറയുന്നതെന്നറിയാമോ? കാരണം യോശുവ മോശയുടെ കൂടെ നടന്ന ഏകദേശം 40ഓളം വർഷങ്ങൾ. ഈ 40ഓളം വർഷങ്ങളിൽ യോശുവ കണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, സ്തോത്ര, മോശയുടെ അടുക്കൽ എല്ലായ്പ്പോഴും മനുഷ്യരെന്തായിരുന്നെന്നറിയാമോ? ഫൈറ്റിംഗ് ആയിരുന്നു. ആമേൻ. കോരഹു മത്സരിക്കുന്നു, ദാദാൻ മത്സരിക്കുന്നു, അബീഹു മത്സരിക്കുന്നു, അഹരോൻ കുറ്റം പറയുന്നു, മിര്യാം കുറ്റം പറയുന്നു. ഈ 25 ലക്ഷം പുരുഷാരവും മോശയുടെ നേരെ എപ്പോഴും എന്തായിരുന്നു അറിയാമോ? എപ്പോഴും പുള്ളിയെ ടോർച്ചർ ചെയ്യുകയായിരുന്നു. അപ്പോൾ മോശയുടെ കൂടെ നടന്ന യോശുവയുടെ അകത്തൊരാദി, ഒരു ഭയം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമേ, മോശെ ഇങ്ങനെ പെരട്ടിയ മനുഷ്യരുടെ നടുക്ക ഞാൻ ഇനി ശുശ്രൂഷിക്കാൻ പോകുന്നേ, എനിക്ക് പേടിയാ, ഇവരെല്ലാവരും കൂടെ എന്നെ കയറി ആക്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അപ്പം ശുശ്രൂഷയുടെ നടുവിൽ യോശുവായിക്കുണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു, എന്ത്, ഇവന്മാർ എന്നോട് ഇങ്ങനെ പൊരുതിയാൽ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കുക. അപ്പം യോശുവയുടെ അടുക്കൽ ആദ്യം ദൈവം പറയുകയാണ്, മോശയുടെ അടുക്കൽ ആൾക്കാർ വഴക്കുണ്ടാക്കിയതുപോലെ നിന്റെ അടുക്കൽ വഴക്കുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല യോശുവ. ഇന്ന് പകൽ ഞാൻ ഇതിനകത്ത് യൗവനക്കാരുടെ അടുക്കൽ പറയുകയാണ്, നീ ദൈവത്തെ അനുഗമിക്കുന്നതിന്, ശുശ്രൂഷിക്കുന്നതിന് ഏതെങ്കിലും ഒരു വിഷയം നിനക്ക് ഭയമായിട്ടിരിക്കുന്നെങ്കിൽ സ്വർഗം പറയുന്നു, നീ ഭയപ്പെടുന്ന വിഷയത്തെ ദൈവം അനുവദിക്കത്തില്ല. നീ ഭയപ്പെടുന്ന വിഷയത്തെ പേടിക്കണ്ട. എന്നിട്ട് ആമേൻ, 1, മോശയുടെ ശുശ്രൂഷയിൽ യോശുവ പേടിച്ച ഒരു കാര്യമുണ്ട്. 2, മോശയുടെ ശുശ്രൂഷയിൽ യോശുവ ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ആമേൻ. ദൈവം യോശുവ എന്തായിരിക്കും ആഗ്രഹിച്ചത്? മോശ ചെങ്കടൽ പിരിച്ചതുപോലെ എനിക്ക് ചെങ്കടൽ പിരിക്കണം. മോശ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ എനിക്ക് താമ്രസർപ്പത്തെ ഉയർത്തണം. മോശയുടെ വടി പോലെ ഒരു വടി എനിക്ക് വേണോ. മോശയുടെ അധികാരം പോലെ ഒരു അധികാരം എനിക്ക് വേണോ. ഇത് വല്ലതായിരുന്നോ യോശുവയുടെ പ്രാർത്ഥന? അല്ല. എലീശ ഏലിയാവിൻ്റെ അടുക്ക പറഞ്ഞ എന്താണെന്നറിയാമോ? നിന്റെ അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് ആ പുതപ്പിങ്ങ് തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ യോശുവ മോശയുടെ അടുക്കൽ ആ വടി ഇങ്ങ് തന്നിട്ട് പോകാൻ പറഞ്ഞില്ല. അമേൻ, അമേൻ. ഏലിയാവ് എലീശയ്ക്ക് ഒരു മാൻഡില് കൈമാറി. പക്ഷേ മോശ യോശുവയ്ക്ക് കൈമാറിയതൊരു മാൻഡിലല്ല, ഒരു റോഡല്ല, ഒരു പ്രസൻസ് ആണ്. എന്ന് പറഞ്ഞാൽ യോശുവ കൊതിച്ചത് മുഴുവൻ മോശയുടെ അത്ഭുതങ്ങളെയല്ല, മോശയുടെ അധികാരത്തെയല്ല, മോശയുടെ വീര്യപ്രവൃത്തിയല്ല. പക്ഷെ യോശുവ കൊതിച്ചത് മുഴുവൻ എന്താണെന്നറിയാമോ? മോശയുടെ കൂടെ നിന്ന സാന്നിധ്യത്തെ. ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത് പോലെ എനിക്ക് പ്രസംഗിക്കണം. ആ പാസ്റ്റർ പാടുന്നത് പോലെ എനിക്ക് പാടണം. ആ പാസ്റ്റർ ഭൂതങ്ങളെ പുറത്താക്കുന്നത് പോലെ എനിക്ക് പുറത്താക്കണം. ഇതൊന്നും ആയിരുന്നില്ല യോശുവയുടെ ആഗ്രഹം. യോശുവയുടെ ആഗ്രഹം എന്തായിരുന്നു അറിയാവോ? ഈ മനുഷ്യൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് പോലെ എൻ്റെ കൂടെ ഒന്ന് നിൽക്കാമോ? മോശയുടെ അടുത്ത് കൂട്ടുകൂടിയതുപോലെ പുള്ളിക്കാരനെ മാത്രം പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി 40 ദിവസം ഇരുത്തി വർത്താനം പറയുന്നു. ആ പുള്ളിക്കാരൻ ഇനിയും ഞങ്ങളുടെ പാളയത്തിൽ താമസിക്കുന്നില്ലെന്ന്
എന്ന് പറഞ്ഞ് കൂടും കിടക്കെ എടുത്ത് അപ്പുറത്ത് പോയി ഒരു കുടിലടിച്ചാൽ ദൈവം വേണ്ട ആ കുടിലിൻ്റെ മുകളിൽ പോയി നിൽക്കുന്നു. ഇങ്ങനെ ദൈവം ഒരു മനുഷ്യൻ്റെ കൂടെ നിൽക്കുമോ? അപ്പൊ യോശുവ കൊതിച്ചത് മോശയുടെ ശുശ്രൂഷയല്ല, മോശയുടെ സാന്നിധ്യത്തെയാണ്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ശുശ്രൂഷയെക്കാട്ടിലും വലുതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകാം. നീ ശുശ്രൂഷയിൽ പേടിക്കുന്നത് ദൈവം നിനക്ക് വരുത്തത്തില്ല. 2, നീ ശുശ്രൂഷയിൽ കൊതിക്കുന്നത് ദൈവം നിനക്ക് തരും. നിനക്ക് മോശയുടെ വടിയാണോ വേണ്ടത്? വടി തരും. മോശയുടെ പുതപ്പാണോ വേണ്ടത്? പുതപ്പ് തരും. അല്ല, മോശ ക്യാരി ചെയ്ത പ്രസൻസ് ആണോ നിനക്ക് വേണ്ടത്? ഇന്ന് പകൽ ഞാൻ ഇതിനകത്തിരിക്കുന്ന അഭിഷക്തരോട്, ശുശ്രൂഷകരോട്, കുഞ്ഞുങ്ങളോട്, യൗവനക്കാരോട് പറയുന്നു, നീ പുതപ്പ് പിടിക്കാൻ നടക്കരുത്. നീ പുതപ്പ് പിടിക്കാൻ നടക്കരുത്. നീ സാന്നിധ്യം പിടിക്കാൻ നടക്ക. ജീസസ്, ഇന്ന് പകൽ എനിക്ക് പുതപ്പും വേണ്ട, വടിയും വേണ്ട, എനിക്ക് ആ സാന്നിധ്യം മതി. ആമേൻ. യോശുവയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, യോശുവ, നീ ഒത്തിരി കൊതിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സാന്നിധ്യം. അങ്ങനെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം. സാന്നിധ്യത്തെ കൊതിക്കുന്നവന്റെ കൂടെ സാന്നിധ്യം നിൽക്കത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, കൃപാവരങ്ങളാണോ വേണ്ടത്? സാന്നിധ്യമാണോ വേണ്ടത്? യെസ്. മെഗാ ചർച്ചാണോ വേണ്ടത്? പ്രസൻസ് ആണോ വേണ്ടത്? എനിക്ക് പ്രസൻസ് മതി എന്നെ. നിലം തൊടാത്ത ശുശ്രൂഷയാണോ വേണ്ടത്? പ്രസൻസ് വേണോ? എനിക്ക് പ്രസൻസ് മതി എന്നെ. ആമേ. കാറും വീടും വസ്തുവും വേണോ? പ്രസൻസ് വേണോ? എനിക്ക് പ്രസൻസ് മതി എന്നെ. പുതപ്പ് വേണോ? സാന്നിധ്യം വേണോ? എനിക്ക് സാന്നിധ്യം മതി. വടി വേണോ? സാന്നിധ്യം വേണോ? എനിക്ക് സാന്നിധ്യം മതി. ജീസസ്. 1, യോശുവ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്നവനായിരുന്നു. 2, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരിഹോവിന്റെ വൻമതിലുകൾക്കരികെ അടഞ്ഞ വാതിലുകളിൽ യോശുവ സങ്കടപ്പെട്ടിരിക്കുകയാണ്. യോശുവ ഇരിക്കുമ്പോൾ യഹോവയുടെ ഒരു ദൂതൻ, യഹോവയുടെ ദൂതനല്ല കേട്ടോ, സോറി, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ യെരിഹോവിന്റെ സമീപത്തിരിക്കുമ്പോൾ ഒരു ആൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ ചോദിച്ചു, നീ യെരിഹോവിൽ നിന്ന് വന്ന അവരുടെ പക്ഷമാണോ അതോ നീ ഞങ്ങളുടെ പക്ഷമാണോ എന്ന്. അദ്ദേഹം യോശുവയുടെ അടുക്ക് തിരിച്ചു പറഞ്ഞു, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നവനല്ല, പകരം ഞാൻ ആരാണ്? സൈന്യങ്ങളുടെ യഹോവയുടെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയാകുന്നുവെന്ന്. ഇന്ന് പകൽ ഞാൻ ചോദിക്കുകയാണ്, ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതി ആരാ? ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതി ആരാ? യേശു കർത്താവാണ് യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി. ആമേൻ. മീഖായേൽ അല്ല, ഗബ്രിയേൽ അല്ല. അവന്റെ സൈന്യങ്ങളുടെ അധിപതി ആരാണ്? യേശു കർത്താവ്. അപ്പോൾ യോശുവ ഇവിടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാണുകയാണ്. ഉടനെ യോശുവ എന്ത് ചെയ്തെന്നറിയാമോ? ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ത് എന്ന് ചോദിച്ചോ. അപ്പം യോശുവ വെളിപ്പാടിൽ കർത്താവിനെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹി വർഷിപ്ഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമസ്കരിച്ചു എന്നുള്ളതിന് ആരാധിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ആമേൻ. യോശുവ കർത്താവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നെന്നറിയാമോ? ആരാധിക്കുകയായിരുന്നോ. ആരാധിച്ച യോശുവയുടെ കൂടെ എന്തോ ഉണ്ടായിരുന്നെന്നറിയാമോ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവാലയത്തിൽ കടന്നു വന്നാൽ ജീവിതത്തിൽ എപ്പോഴൊക്കെ ആരാധിക്കാൻ സമയമുണ്ടോ, ആരാധിക്കാൻ അവസരമുണ്ടോ, ഈ ആരാധിക്കുന്ന ഒരുത്തനോടുകൂടെ എന്തുണ്ടായിരിക്കുക? ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുക. ആരാധിക്കുന്നവനോടുകൂടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആരാധന അലക്ഷ്യമാക്കരുത്, ആരാധന ഉദാസീനമാക്കരുത്, ആരാധന വെറുതെ ഒരു ചടങ്ങാക്കരുത്. നീ ആരാധിക്കുമെങ്കിൽ ആരാധിക്കുന്നവൻ ദൈവ സാന്നിധ്യത്തെ ചുമക്കും. ഞാൻ മുൻപോട്ട് പോകട്ടെ. വിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്.
ഒന്ന്, യോസെഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നുവെന്ന് യജമാനൻ കണ്ടു. അവൻ ചെയ്ത പ്രവർത്തികളിൽ അവൻ കൃതാർത്ഥനായി തീർന്നു. സ്തോത്ര. അവന് നല്ല ബന്ധങ്ങൾ ലഭിച്ചു, അവന് ഉയർച്ചകൾ ലഭിച്ചു. 2 ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിൻ്റെ 28 വാക്യം. ഉൽപ്പത്തി 26:28 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതിനവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടോ. യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടോ. ഇത് ആരോടാണ് പറയുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. ഇസഹാക്കിനോട് പറയുകയാണ്. ഇസഹാക്കെ, ദൈവം നിന്നോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടോ. ഇത് ആരാണ് പറയുന്നതെന്നറിയാമോ? അബീമലേക്കും ഗരാരിലെ ഇടയന്മാരും എന്ന് പറയുകയാണ്. ഇതിൻ്റെ പിമ്പിൽ ഒരു പശ്ചാത്തലമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം ആരംഭിക്കുമ്പോൾ ക്ഷാമദേശത്ത് ഇസഹാക്ക് ആ ദേശത്ത് തന്നെ വിശ്വാസത്തിൽ പാർക്കുകയാണ്. അതിനനന്തരമായിട്ട് ശ്രദ്ധിക്കണമേ, തൻ്റെ അപ്പൻ്റെ കാലത്ത് കുഴിച്ച കിണറുകൾ ഗരാരിലെ ഇടയന്മാർ മണ്ണിട്ട് മൂടിക്കളഞ്ഞിരുന്നു. ആ കിണറുകളെ ഇസഹാക്ക് എന്ത് ചെയ്തോ? ഇസഹാക്ക് വീണ്ടും കുഴിച്ചോ. ഇസഹാക്ക് കുഴിച്ച കിണറുകളെ ഗരാരിലെ ഇടയന്മാർ വന്ന് കൈവശമാക്കിയിട്ട് പറഞ്ഞു, ഈ കിണർ ഞങ്ങളുടേതാ, നീ എങ്ങാണ്ടൂന്ന് വന്ന് താമസിക്കുന്നവൻ, പോടാതിൻ്റെ വാട്ടിനെന്ന് പറഞ്ഞു. അമ്മേ, ഇസഹാക്ക് അവിടെ ആ കിണറിന് യേശക്ക് എന്ന് പേർ വിളിച്ച് അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചോ. മറ്റേ കിണർ കുഴിച്ചു കഴിഞ്ഞ് അവിടെ വെള്ളം കണ്ടപ്പോൾ ഗരാരിലെ ഇടയന്മാർ ഇവിടെയും വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇവിടെയും കിണർ കുഴിച്ചോ, ഈ കിണർ ഞങ്ങളുടെയാ, പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞു. ഇസഹാക്ക് പതുക്കെ കൂടാരത്തിൻ്റെ കുറ്റിയും പറഞ്ഞ് തിരശീലയും ചുരുട്ടിക്കെട്ടി. ഇസഹാക്ക് പിന്നെ ഈ യാത്രയായി സിത്തിന എന്ന് പേർ വിളിച്ചോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഇസഹാക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഏശക്കിലെ വെള്ളം വറ്റിപ്പോയി. ഇസഹാക്ക് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സിത്തനയിലെ വെള്ളം വറ്റിപ്പോയി. എന്നിട്ട് ഇസഹാക്ക് അപ്പുറത്ത് പോയി ഒരു കിണർ കുഴിച്ചോ, രഹബോത്ത്. അമേൻ. ആ കിണറ്റിൽ വെള്ളം കണ്ടോ. പക്ഷെ ഗരാരിലെ ഇടയന്മാർ എന്തോ ചെയ്തില്ലെന്നറിയാമോ? ആ കിണർ പിടിച്ചു പറിക്കാൻ പോയില്ല. കാരണം അവർക്കൊരു കാര്യം മനസ്സിലായി, ഇസഹാക്കിൻ്റെ കയ്യിൽ നിന്ന് കിണർ പിടിച്ചു മേടിച്ചാൽ അവൻ കിണറിട്ടിട്ട് പോകും, പക്ഷെ ആ കിണറ്റിലെ വെള്ളം അവൻ്റെ കൂടെ പോകും. ഇന്ന് അവിടെ നിന്ന് രഹബോത്തിൽ പോയി. രഹബോത്തിൽ താൻ വിശാലപ്പെട്ടോ. പക്ഷെ വിശാലതയ്ക്കകത്ത് ഇസഹാക്ക് നിന്നില്ല. ഇസഹാക്ക് വിശാലതയുടെ രഹബോത്തിനെ വിട്ടിട്ട് ബേർഷേബയിലേക്ക് പോയി. ബേർഷേബയിൽ പോയി ഒരു യാഗപീഠം പണിത് ഇസഹാക്ക് അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബീമലേക്കും കൂട്ടരും വന്നിട്ട് ഇസഹാക്കിൻ്റെ അടുക്കൽ പറയുകയാണ്, ഇസഹാക്ക്, ഒരു കാലത്ത് ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ചവരാണ്, നിന്റെ നന്മകളെ തട്ടിയെടുത്തവരാണ്, നിന്റെ അധ്വാനങ്ങളെ അപഹരിച്ചവരാണ്. പക്ഷേ ഞങ്ങൾ നിന്നെ ഉപദ്രവിച്ച ഇടങ്ങളിലൊക്കെ, ഞങ്ങൾ നിനക്കെതിരെ പൊരുതിയ ഇടങ്ങളിലൊക്കെ ഞങ്ങൾ നിന്നോട് കൂടെ നിൽക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ഞങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടോ. ഇന്ന് പകൽക്കാല നിന്നെ ഉപദ്രവിക്കുന്നവരുടെ മുമ്പിൽ വെളിപ്പെടുന്നതായ ഒരു ദൈവ സാന്നിധ്യം എത്ര പേർ വിശ്വസിക്കുന്നു? ഉപദ്രവിക്കുന്നവർക്കാണ് ഒരു ദൈവ സാന്നിധ്യം. ഞാൻ നിൽക്കട്ടെ, ഞാൻ അതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് വരാം. എൻ്റെ സഹോദരങ്ങളെ, ഇസഹാക്കിനെ ഉപദ്രവിച്ച് അബീമലേക്കിൻ്റെ കൂട്ടർ വന്നിട്ട് പറയുകയാണ്, നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് ഞങ്ങൾ കണ്ടു. അബീമലേക്ക് എന്ന് പറയുന്നത് ഒരാളുടെ പേരല്ല കേട്ടോ. ഫറവോൻ, ഹെരോദാവ്, കൈസർ തുടങ്ങിയതുപോലെ ഒരു സ്ഥാനപ്പേരാണ് ഈ അബീമലേക്ക് എന്ന് പറയുന്നത്. ഇസഹാക്കിൻ്റെ അപ്പൻ്റെ കാലത്തും അബീമലേക്ക് ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യനല്ല, വേറെ മനുഷ്യനാണ്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 22 വാക്യം. ഉൽപ്പത്തി 21:22. ഇവിടെ അബീമലേക്ക് വന്ന അബ്രാമിൻ്റെ അടുക്കൽ പറയുകയാണ്, അക്കാലത്ത് അബീമലേക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും അബ്രാമിനോട് സംസാരിച്ചോ, നിന്റെ സകല പ്രവൃത്തിയിലോ ദൈവം നിന്നോടുകൂടെയുണ്ട്. അബ്രഹാമിനെതിരെ ശത്രു എഴുന്നേറ്റപ്പോൾ അവർ കണ്ടത് അബ്രഹാമിനോടുകൂടെ ആരുണ്ടെന്നാണ്? ദൈവമുണ്ടെന്ന്. ഇപ്പോൾ ഇസഹാക്കിനോടും തലമുറ മാറിയിട്ടോ ഇപ്പോഴും അബ്രഹാമിനോടും ഇസഹാക്കിനോടോ ശത്രു പോരടിക്കുമ്പോൾ അവൻ കാണുന്ന ഒരു ദൈവ സാന്നിധ്യം. നിൽക്കട്ടെ, അബ്രഹാമിനെതിരെ ശത്രു പൊരുതിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. ഇസഹാക്കിനോട് ശത്രു പൊരുതിയപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവ സാന്നിധ്യം വെളിപ്പെട്ടോ. ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ശത്രു പോരിടുമ്പോൾ എന്ത് വെളിപ്പെടണം?
അബ്രഹാമിനോട് ശത്രു പോരാടിയപ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ഇസഹാക്കിനോട് ശത്രു പോരാടിയപ്പോഴും ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ഇത് നമ്മളോട് ശത്രു പോരാടുമ്പോഴും എന്ത് ചെയ്യണം? ദൈവസാന്നിധ്യം വെളിപ്പെടണം. പക്ഷെ ഞാനതിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് കയറുകയാണ്. അബ്രഹാമിനോടും ഇസഹാക്കിനോടുമുള്ള ദൈവത്തിൻ്റെ നിയമം എവിടെ വരെ നീണ്ടു നിന്നുവെന്ന് BC 500 600 കടന്നു വരാം. അവിടെ ദാനിയേൽ പ്രവാചകന്റെ കാലം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. അവിടെ അസര്യാവ്, മീശായേൽ, ഹനന്യാവ് 3 യഹൂദ ബാലന്മാർ കഠിനമായ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. അക്കാലത്തിന് നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്തായിരുന്നു അറിയാമോ? തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, വയറും അരയും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽപാതി കളിമണ്ണും ഇരുമ്പും ഇടകലർന്നതായിരിക്കുന്നത്. ദാനിയേൽ അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. തങ്കം കൊണ്ടുള്ള തല തിരുമനസ് തന്നെ. അതിനുശേഷം തിരുമേനിയേക്കാൾ താണതായ ഒരു സാമ്രാജ്യം എഴുന്നേറ്റ് വരിക, അതാണ് വെള്ളി കൊണ്ടുള്ളത്. അതിനുശേഷം താമ്രം പോലെ കടുപ്പമേറിയത് ഒന്ന് എഴുന്നേറ്റ് വരും. അങ്ങനെ താൻ കളിമൺ വരെയും വിശദീകരിച്ചു. അതിനുശേഷം കൈ തൊടാതെ ഒരു കല്ലും പറഞ്ഞു വരിക. നെബൂഖദ്നേസർ സ്വപ്നം കേട്ടോ. നെബൂഖദ്നേസർ ആലോചിച്ചു, തങ്കം കൊണ്ടുള്ള തല തിരുമനസ് തന്നെ. അപ്പം തങ്കം എവിടെ വരെ ഉള്ളൂ? കഴുത്ത് വരെ ഉള്ളൂ. നെബൂഖദ്നേസർ ആലോചിച്ചു, അതെന്താ തങ്കം കഴുത്ത് വരെയാക്കിയത്? തങ്കം എന്ത് ചെയ്യാം? തങ്കം കാല് വരെ അങ്ങ് ആയിരുന്നാൽ എന്താ? എനിക്ക് ശേഷം ഇനിയും വെള്ളിയും വേണ്ട, എനിക്ക് ശേഷം താമ്രവും വേണ്ട, എനിക്ക് ശേഷം ഇരുമ്പും വേണ്ട. ഇനിയും ഈ രാജ്യം ഞാൻ മാത്രം ഭരിച്ചാൽ മതി. ഇനിയും ഇവിടെ ഒരു പ്രതിപക്ഷം പോലും ഉണ്ടാകണ്ട. എല്ലായ്പ്പോഴും ഞാൻ മാത്രം ഭരിച്ചാൽ മതി. അതിന് തക്കവണ്ണം ഞാൻ നിയമത്തെ ഭേദഗതി വരുത്തോ. അതിന് സമഭൂമിയിൽ താൻ സ്വപ്നത്തെ മാറ്റി എഴുതാൻ തക്കവണ്ണം താൻ ഒരു ബിംബത്തെ പ്രതിഷ്ഠിച്ചോ. ആമേൻ. ആ ബിംബ തല മുതൽ കാല് വരെ എന്തായിരുന്നോ? അവൻ തങ്കം കൊണ്ടൊരു ബിംബമുണ്ടാക്കി സമഭൂമിയിൽ പ്രതിഷ്ഠിച്ചോ. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് തല മാത്രമാ തങ്ക. പക്ഷെ റിയൽ വേൾഡിൽ തലയും നെഞ്ചും കൈയുടെയും ഭാഗത്ത് വെള്ളി വരത്തില്ല, തങ്കമായിരിക്കും. താമ്രം കൊണ്ടുള്ള സിംഹാസനം വരത്തില്ല, അത് തങ്കം തന്നെ ആയിരിക്കും. ഇരുമ്പ് വരത്തില്ല, തങ്കം തന്നെ ആയിരിക്കും. എൻ്റെ പൊന്ന് നെബൂഖദ്നേസറേ, നിന്റെ സ്വപ്നം പോക്കറ്റ് 8 മടക്കി വെച്ചാട്ട് നിനക്ക് ശേഷം പേർഷ്യൻ വരും, അവന് ശേഷം ഗ്രീക്കൻ വരും, അവന് ശേഷം റോമാക്കാരൻ വരും, അതിനുശേഷം ജനാധിപത്യം വരും. ആമേ. മണ്ണിനകത്ത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ രാജ്യത്വവും ഏകാധിപത്യവും ജനാധിപത്യത്തിനകത്ത് തുരുമ്പിക്കും. പക്ഷേ ജനാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ കൈതൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് രാജ്യത്വങ്ങളെ തകർത്തിട്ട് ധന്യനായ ഏകാധിപതി, ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠൻ, മരിച്ചവരിൽ ആദ്യജാതൻ, അവൻ ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴും. ഞാൻ പശ്ചാത്തലം പറഞ്ഞതാണ്. അപ്പോൾ ഈ തങ്കം കൊണ്ടുള്ള ബിംബത്തെ നിർത്തിയിട്ട് പറഞ്ഞു, കുഴൽ, തമ്പുരു, വീണ, നാദം, കിന്നരം തുടങ്ങിയ സകല വാദിത്രങ്ങളും മുഴങ്ങുമ്പോൾ എല്ലാവരും വീണ് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിനെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും വീണ് നമസ്കരിച്ചോ. ദാനിയേൽ ഒഴിവുള്ളവനായിരുന്നു. താൻ ഹയർ പൊസിഷനിലായിരുന്നത് കൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നില്ല, ഇവിടേക്ക് വരേണ്ടി വന്നില്ല. കാരണം മാത്രമല്ല, ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് ദാനിയേലാണ്. അകൽ ദാനിയേൽ ഈ വിഷയത്തിൽ ഒഴിവ് പ്രാപിച്ചു. പക്ഷെ ദാനിയേലിന്റെ സ്നേഹിതന്മാരായ അസര്യാവ്, മീശായേൽ, ഹനന്യാവ്, ഇവർ 3 പേര് ഈ ബിംബത്തെ നമസ്കരിക്കേണ്ട സാഹചര്യം വന്നോ. പക്ഷെ അവര് കടുകട്ടിയായിട്ട് നിന്നോ. എന്ത് ചെയ്യത്തില്ല, ഞങ്ങൾ ഈ ബിംബത്തെ നമസ്കരിക്കത്തില്ല. അപ്പൊ രാജാവ് അവരെ വിളിപ്പിച്ചു. ഹേയ് ശദ്രക്, മേശക്, അബേദ്നെഗോ, ഞാൻ കേട്ടത് സത്യമാണോ? സത്യത്തിൽ അവരുടെ പേര് ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നല്ല. അവരുടെ പേർ അസര്യാവ്, മീശായേൽ, ഹനന്യാവ്. അസരിയാഹ്, മീശായേൽ, ഹനന്യാഹ്, ദാനിയേൽ. ഇവിടെയെല്ലാം ഏൽ, യാഹ്, ഇത് രണ്ടും ഇസ്രായേലിന്റെ ദൈവമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പേര് മാറ്റിയിട്ട് ഷാദ്രആഖ്, ആഖ് ദേവന്റെ പേര്, മേഷ് ആഖ്, ആമേൻ, അബേദ് നെഗോ. അപ്പോൾ ആഖ് ദേവന്റെയും നെഗോ ദേവന്റെയും പേര് ചേർത്ത് അവർക്ക് പേരിട്ടു. അതൊക്കെ പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. ഇങ്ങനെ ശദ്രക്, മേശക്, അബേദ്നെഗോവേ, ഞാൻ നിർത്തിയ ബിംബത്തെ നീ നമസ്കരിക്കത്തില്ലയോ എന്ന്
എന്ന് ചോദിച്ചോ. ആമേൻ. എന്നിട്ട് അതിന് മറുപടിയായി 3:16 ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പറഞ്ഞു, അല്ലയോ രാജാവേ, നിങ്ങൾ കേട്ടാൽ ഞങ്ങളെ വിടുവിച്ചാലും ശരി വിടുവിച്ചില്ലെങ്കിലും ശരി ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല, ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ വീഴുകയുമില്ല എന്ന് പറഞ്ഞു. ഈ വാക്കുകൾ കേട്ടപ്പോഴത്തേക്ക് നെബൂഖദ്നേസറിന്റെ കോപം മുഴുത്തു. ആമേ. നെബൂഖദ്നേസർ പറഞ്ഞു, ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീച്ചൂള 7 മടങ്ങ് അധിക കഠിനമായി കത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ 1 ലോറി വിറകിട്ട് കത്തിച്ച ചൂള 7 മടങ്ങാക്കണമെങ്കിൽ ഇനി എത്ര ലോറിയും കൂടെ കൊണ്ടിറക്കണം? 7 ലോഡ് 7 കണ്ടെയ്നർ അധികം വിറക് കൊണ്ടിറക്കട്ടെ എന്ന് പറഞ്ഞു. 1000 ഡിഗ്രി കത്തിക്കൊണ്ടിരുന്ന ചൂള 7000 ഡിഗ്രി കത്താൻ തുടങ്ങി. 7000 ഡിഗ്രി കത്തുന്നു. ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം പറയാ, എല്ലാ മനുഷ്യനും 1000 ഡിഗ്രിയാണ് പരിശോധനയെങ്കിൽ യഹൂദൻ എത്ര ഡിഗ്രി ആയിരിക്കുമെന്നറിയാമോ? 7000 ഡിഗ്രി ആയിരിക്കും. നിന്റെ അഭിഷേകം നിന്റെ പരീക്ഷയുടെ തോതിനെ വർദ്ധിപ്പിക്കുക. നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ്, നിന്റെ നിയോഗം, നിന്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ, അതാണ് നിന്റെ പരീക്ഷയുടെ ടെമ്പറേച്ചർ. എൻ്റെ ഫർണസിൻ്റെ ടെമ്പറേച്ചർ എൻ്റെ കോളിങ്ങാ. മക്കളെ, ഞാനൊരു കാര്യം പറയാം, നിന്റെ പ്രതിസന്ധിയുടെ ടെമ്പറേച്ചർ നിന്റെ അനോയിന്റിങ്ങാ. നിന്റെ പ്രതിസന്ധിയുടെ ചൂട് എന്ന് പറയുന്നത് അത് നിന്റെ ശുശ്രൂഷയാണ്. ആമേൻ. തീച്ചൂള 7 മടങ്ങ് അധികം കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ സ്തോത്ര, ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെ ബന്ധിച്ചവർ അവരെ എടുത്ത് അവരെ തീച്ചൂളയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ കൊണ്ടുപോയ സമയത്ത് 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, അവനെ തീച്ചൂളയിലേക്ക് എടുത്തുകൊണ്ടുപോയവർ അവിടെ വെന്തുരുകിപ്പോയി. ഇന്ന് പകൽ നീ അറിയണം, നിന്റെ പ്രതികൂലത്തിന്റെ ചൂള നിന്നെ കത്തിക്കാനല്ല, അതിലേക്ക് നിന്നെ ഡ്രാഗ് ചെയ്യുന്ന, അതിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന, യെസ്, ചില പ്രശ്നങ്ങളിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുന്ന ഇരുട്ടിന്റെ ശക്തികൾ, ഇരുപത്തിരണ്ടാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും പരീക്ഷയുടെ തീച്ചൂള അവരെ അല്ല ദഹിപ്പിച്ചത്, പകരം ആ പുരുഷന്മാരെ. ഏത് പുരുഷന്മാരെ? ഇവരെ തീച്ചൂളയിലേക്ക് കൊണ്ടുപോയ പുരുഷന്മാരെ. ഞാൻ ആ വിഷയത്തെ അത്ര എംഫസൈസ് ചെയ്യുന്നില്ല. അതിനേക്കാളും അടുത്ത വിഷയം അതിൻ്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. അമേൻ. അടുത്ത ഭാഗത്തിലേക്ക് വീഴുമ്പോൾ അമേൻ, നേരെ ക്യാമറ തീച്ചൂളയിൽ നിന്ന് രാജാവിൻ്റെ നേരെ അങ്ങ് തിരിച്ചു. അത്രയും നേരം ക്യാമറ എവിടേക്കായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നതെന്നറിയാമോ? തീച്ചൂളയിൽ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ പോവുകയായിരുന്നു. അവരെ തന്നെ ട്രാക്ക് ചെയ്യുകയായിരുന്നു ക്യാമറ. പക്ഷെ 24-ാം വാക്യം വന്നപ്പോൾ ക്യാമറ സ്വിച്ച് ചെയ്തു. ക്യാമറ സ്വിച്ച് ചെയ്തിട്ട് നെബൂഖദ്നേസർ രാജാവിനെ കാണിക്കുകയാണ്. ഹേയ്, എല്ലാവരും തീച്ചൂള കാണാൻ നിൽക്കുമ്പോൾ നീ എന്താടാ PCR ഇരിക്കുന്നവൻ സ്വിച്ച് ചെയ്തത്? ആമേൻ. അപ്പൊ PCR ഇരിക്കുന്നവൻ പറഞ്ഞു, കളി അവിടെ അല്ല നടക്കുന്നത്, കളിതേ ഇവിടെ നടക്കുന്നത്. എന്താ കാര്യമെന്നറിയാമോ? ലോകം ഭരിക്കുന്ന ബാബിലോണിന്റെ ചക്രവർത്തി അവൻ ഇരുന്ന സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഓ, ചാടി എഴുന്നേറ്റ് മുഖത്തെ രക്തമയം നഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന നെബൂഖദ്നേസറിനെ ക്യാമറകൾ സൂം ചെയ്യുകയാണ്. പെട്ടെന്ന് നെബൂഖദ്നേസറിന്റെ അടുക്കൽ ചോദിച്ചോ, രാജാവ് എന്താ എഴുന്നേറ്റ് നിന്നത്? 25-ാം വാക്യം രാജാവ് പറയുകയാണ്, ഞാൻ 3 പേരെ അതിനകത്ത് എറിഞ്ഞത്, പക്ഷേ ഞാൻ 4-ാമത് ഒരുത്തനെ കാണുന്നു. യെസ്, ആമേൻ. ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്ന ഒരുത്തൻ ഇന്ന് പകൽ നിന്റെ പ്രതികൂലത്തിനകത്ത് ഒരു പ്രസൻസ് മാനിഫെസ്റ്റ്.
altar shate udanama rasiyadara lidhana janadiya. Oh, നെബൂഖദ്നേസറിനെ ഈ ഭ്രമിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, നെബൂഖദ്നേസറിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ. ജീസസ്, ജീസസ്, ജീസസ്. യഥാർത്ഥമായ ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ, ആമേൻ, ചില കുടിയിരിപ്പുകൾ ഇളകും. സിംഹാസനമിട്ട് കുത്തിയിരിക്കുന്ന ചിലത് എഴുന്നേൽക്കും. പ്രസൻസ് ബ്രേക്ക് ചെയ്യട്ടെ. ലാസ് ഇന്ന് പകൽ, അമ്മേ, ഞാൻ 3-4 വാക്യങ്ങളെ പറഞ്ഞ് വേഗത്തിൽ ആത്മസാന്നിധ്യത്തിലേക്ക് കയറുകയാണ്. ഞാൻ ഇന്ന് പകൽ നിന്നോടൊരു കാര്യം പറയുന്നു. നിനക്ക് എരിചൂള വിധിച്ച് കട്ടിലേക്കേറി ഇരിക്കുന്ന ഒരു പന്ന പിശാചുണ്ട് കേട്ടോ, ഒരു ദേശാന്തകാര ശക്തിയുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, നിന്നോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം വെളിപ്പെട്ടാൽ പിന്നെ അവൻ അവിടെ ഇരിക്കത്തില്ലെന്ന്, പിന്നെ അവൻ അവിടെ ഇരിക്കത്തില്ലെന്ന്. ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഇളകട്ടെ, സാന്നിധ്യം വെളിപ്പെടട്ടെ. ഈ ടെറിട്ടറിയിൽ സിംഹാസനമിട്ടിരിക്കുന്ന അഭിഷക്തന്മാർക്കും ദൈവജനത്തിനും എരിചൂള വിധിക്കുന്ന ചില ടെറിട്ടോറിയൽ പവേഴ്സ് അവന്റെ അധികാരം വിട്ട് എഴുന്നേൽക്കട്ടെ. ലാ റാസിയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ മേളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അവനെ എഴുന്നേൽപ്പിക്കുന്നതാ. വിശ്വസിക്കാൻ കഴിയുന്നോ? എൻ്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അവനെ എഴുന്നേൽപ്പിക്കുന്നതാ, അവനെ എഴുന്നേൽപ്പിക്കും. അവൻ ചമ്മറം പടഞ്ഞിരിക്കുന്ന ഒരുത്തനില്ലേ, അവനെ ദൈവം എഴുന്നേൽപ്പിക്കും. കാലും വെച്ചിരിക്കുന്ന ഒരുത്തനില്ലേ, അവനെ ദൈവം എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ നിന്റെ അകത്ത് വരുന്ന സാന്നിധ്യം ദാഗോനെ മറിച്ചിട്ട ഒരു ദൈവ സാന്നിധ്യം, നെബൂഖദ്നേസറിനെ എഴുന്നേൽപ്പിച്ച ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ കൈമാറുകയോ, ചിലരെ എഴുന്നേൽപ്പിക്കും. നിന്നോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം ചിലരുടെ റെസ്റ്റിംഗ് പ്ലേസിനെ പൊളിക്കും. ഞാൻ 2 കാര്യങ്ങളെ പറയുന്നു. ചമ്മറം പടഞ്ഞിരിക്കുന്ന ചിലരെ നിന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യം ചിലരെ അക്കമ്പനി ചെയ്യുന്നു. ദൈവ സാന്നിധ്യം ചിലരെ അക്കമ്പനി ചെയ്യുന്നു. ദൈവ സാന്നിധ്യം ചിലരിൽ ഫില്ലാകുന്നു. And the presence fill. ഇത് ഇമ്പാർട്ടേഷന്റെ ആദ്യത്തെ മിനിറ്റുകളാണ്. ഇത് ഇമ്പാർട്ടേഷന്റെ ആദ്യത്തെ മിനിറ്റുകളാണ്. അത് ചിലരുടെ മേൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എന്നാൽ ഇതിനപ്പുറമായ ഒരു തലത്തിലേക്ക് ദൈവസഭ കയറാൻ പോവുകയാണ്. നെബൂഖദ്നേസറേ, നീ എന്തിനാ സിംഹാസനം വിട്ട് എഴുന്നേറ്റേ? സിംഹാസനത്തിൽ വല്ല ആണിയുണ്ടോ? സിംഹാസനത്തിൽ വല്ല മൂട്ടയുണ്ടോ? നീ എന്തിനാ എഴുന്നേറ്റേ? അവൻ പറയും, ഞാൻ എഴുന്നേറ്റത് എൻ്റെ സിംഹാസനത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, പകരം രാജ്യത്തിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. തന്നെക്കാട്ടിൽ ഉയർന്ന അധികാരി വരുന്നത് കണ്ടാൽ എന്തോ ചെയ്യണോ? എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണോ? യെസ്. ഇന്ന് ലോകം ഭരിക്കുന്ന ബാബിലോണിൻ്റെ തലവനായ ഞാൻ വേറെ ഒരുത്തനെ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ എന്നെക്കാട്ടിലും ഒരു സുപ്പീരിയർ അതോറിറ്റിയാണവൻ, എന്നെക്കാട്ടിലും ഒരു ഹയർ കിങ് ആണവൻ. അവന്റെ രാജ്യത്വം കണ്ടപ്പോ എനിക്ക് എഴുന്നേറ്റ് പറ്റത്തുള്ളെന്ന് മനസ്സിലായി.
ഇന്നു പകൽ വെച്ചുപൂജകളുടെ അധികാരത്തെ മറികടക്കുന്ന ഒരധികാരത്തിന്റെ സാന്നിധ്യം ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയോടുകൂടെയുള്ള ദൈവ സാന്നിധ്യം ആരാ കണ്ടതെന്നറിയാമോ? നെബൂഖദ്നേസർ കണ്ടു. ഇന്ന് പകൽ നിനക്കെതിരെ ഒരു നെബൂഖദ്നേസർ ഉണ്ട്. നിന്റെ മുമ്പിൽ ഒരു ബിംബത്തെ നിർത്തിയ നെബൂഖദ്നേസർ, നിന്നെ തീച്ചൂളയിലിട്ട നെബൂഖദ്നേസർ, നിന്നെ ബന്ധിക്കാൻ പറഞ്ഞ നെബൂഖദ്നേസർ, നിന്റെ തീച്ചൂള ഉഗ്രമാക്കാൻ പറഞ്ഞ നെബൂഖദ്നേസർ, നീ കത്തിച്ചാരമാകുന്നത് കാണാൻ കാത്തിരുന്ന നെബൂഖദ്നേസർ. പക്ഷേ അവൻ ചിന്തിച്ചതൊന്നുമല്ല. അവന്റെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യം. Holy, holy, holy Jesus. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? വിസിബിൾ പ്രസൻസ് ഓഫ് ഗോഡ്. നെബൂഖദ്നേസർ കണ്ടറിയുന്ന ഒരു ദൈവ സാന്നിധ്യം അതെന്നിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ഇതിന്റെ കൺക്ലൂഷനിലേക്ക് കയറട്ടെ. ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനകത്തൊരു കാര്യം പറഞ്ഞിട്ട് അതിലേക്ക് കയറാം. പലപ്പോഴും നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഒത്തിരി നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും നമ്മൾക്ക് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? വളരുമ്പോൾ, ശുശ്രൂഷയിൽ വളരുമ്പോൾ, ജീവിതത്തിൽ വളരുമ്പോൾ, സമ്പത്തിൽ വളരുമ്പോൾ, എല്ലാറ്റിലുമൊക്കെ ഉയർച്ച കിട്ടുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്? സാന്നിധ്യം നഷ്ടപ്പെടുന്നത്. പക്ഷെ ശമൂവേലിന്റെ വളർച്ചകളിലും അവൻ എന്ത് ചെയ്തു? സാന്നിധ്യത്തെ സൂക്ഷിച്ചു. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ശമൂവേൽ വളർന്നു, ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതുന്നത്: അവൻ്റെ വാക്കുകളിൽ ഒന്നുപോലും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. മലയാളത്തിൽ ഇങ്ങനെ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ വാക്കുകളിലൊന്നും നിലത്ത് വീണില്ല. എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കുകളൊന്നും ചെല്ലേണ്ടിടത്ത് ചെല്ലാതിരുന്നില്ല. ആമേൻ. എവിടെ അതിനെല്ലാം റിസൾട്ട് ഉണ്ടായിരുന്നോ? അവൻ്റെ വാക്കുകളൊന്നും നിലത്തല്ല വീണത്, അത് അടിക്കേണ്ടിടത്ത് അടിച്ചിരുന്നു. ആമേൻ. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 20-ാം വാക്യത്തിൽ പറയുകയാണ്: ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഞാനിങ്ങനെ പറയുകയാണ്, ദൈവസാന്നിധ്യം നമ്മളെ ആരാക്കി തീർക്കും? ഒരു പ്രവാചക അധികാരത്തിലേക്ക് കൊണ്ടുപോകും. മാത്രമല്ല, ദൈവസാന്നിധ്യം ഉള്ളവൻ്റെ വാക്കുകൾക്ക് ഘനം ഉണ്ടായിരിക്കും. പക്ഷേ ഈ ദൈവസാന്നിധ്യം ശമൂവേൽ എങ്ങനെയാണ് റിസീവ് ചെയ്തത്? ഞാൻ അവിടെയാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നിൽക്കുന്നത്. ശമൂവേലിനോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ശമൂവേലിനോടുകൂടെ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നുവെന്ന് ചോദിച്ചാൽ അതിൻ്റെ 21-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ. എങ്ങനെ ആ ദൈവസാന്നിധ്യം തന്നോട് കൂടെ നിന്നോ? 21-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷനായി. ആമേൻ. റിപ്പീറ്റഡ് എൻകൗണ്ടേഴ്സ്.
repeated appearances of God. അതാണ് ശമൂവേലിൽ എന്ത് നൽകിയത്? ദൈവ സാന്നിധ്യത്തെ നൽകിയത്. ഞാൻ പറയട്ടെ, ഒരു എൻകൗണ്ടറാണ് നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രസൻസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് പകൽ ആമേൻ, അടുത്ത ചില മിനിറ്റുകൾ ഞാൻ ദൈവ സാന്നിധ്യത്തിലേക്ക് കൈമാറുകയാണ്. അതിനാണ് ഞാൻ വചനം ഓടിച്ച് ചില പോയിന്റുകൾ സ്കിപ്പ് ചെയ്തു പോകുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവ് എൻ്റെ മേലിട്ട് അഭിഷേകത്തിൻ്റെ അധികാരത്തിൽ കൃപയ്ക്കകത്ത് ഇന്ന് ഞാൻ ഇതിനകത്ത് അറ്റ്മോസ്ഫിയറിനെ പിടിക്കുന്നു. ദൈവ സാന്നിധ്യം ഇതിനകത്ത് സ്പിരിച്വലത്തെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഒരു എൻകൗണ്ടറിലേക്ക് ദൈവസഭ, ദൈവജനം കയറാൻ പോവുകയാണ്. ശീലോവിൽ വെച്ച് പിന്നെയും പ്രത്യക്ഷനായി. റിപ്പീറ്റഡ് എൻകൗണ്ടേഴ്സ്. ആ എൻകൗണ്ടർ ഓരോ എൻകൗണ്ടർ കഴിയുമ്പോഴോ ശമൂവേൽ ദൈവ സാന്നിധ്യത്തെ വഹിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിന്റെ മുകളിൽ ഒരു എൻകൗണ്ടർ വന്നു കഴിയുമ്പോൾ, നീ ഒരു വിഷൻ റലത്തിലേക്ക് കയറി കഴിയുമ്പോൾ, നീ ഒരു സ്പിരിറ്റ് റലവുമായി കണക്റ്റ് ആയി കഴിയുമ്പോൾ, നീ ദൈവത്തെ അഭിമുഖമായി കണ്ടു തുടങ്ങുമ്പോൾ, ആ വിഷൻ റലം, ആ സ്പിരിറ്റ് റലം, ആ അഭിഷേകത്തിൽ നീ ദൈവവുമായി കണക്റ്റ് ആയി കഴിയുമ്പോൾ നിന്റെ അകത്ത് കിടക്കുന്ന സാന്നിധ്യം മാറാൻ പോവുകയാണ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, ഈ 21 ദിവസങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു എൻകൗണ്ടർ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതിനകത്ത് എത്ര പേർ ഉറപ്പോടുകൂടി പറയാൻ കഴിയും? ഞാൻ ദൈവത്തെ കണ്ടു, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലെ അടിക്കുന്നത് ഞാൻ അറിഞ്ഞു, ഞാൻ നിലത്ത് വീണു, ഞാൻ അവൻ്റെ തേജസ്സേറിയ രൂപം കണ്ടു, ഞാൻ അവൻ്റെ ദിവ്യ ശബ്ദം കേട്ടു, ഒരു തേജസ് എന്നെ മൂടി, ഒരു കൃപ എന്നെ തൊട്ടത് ഞാൻ അറിഞ്ഞു. എ റിയൽ എൻകൗണ്ടർ. ഒരു തോന്നലല്ല, ആമേൻ, ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അപ്പിയറൻസ് എനിക്കുണ്ടായി. ഇന്ന് പകൽ ഇതിനകത്ത് ചില മിനിറ്റുകൾക്കകത്ത് ആത്മമണ്ഡലം തുറന്നു വരുമ്പോൾ ഇതിനകത്ത് ചിലരായി എൻകൗണ്ടറിലേക്ക് കയറാൻ പോവുകയാണ്. ഇന്ന് പകൽ എത്ര പേർ പറയുന്നു, ഐ നീഡ് ദാറ്റ് എൻകൗണ്ടർ വിത്ത് ഗോഡ്? ആമേൻ. സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റോ. അമേൻ, 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 അമേൻ. അവിടെ എൻകൗണ്ടർ എന്നുള്ള വേർഡാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ദൈവം എതിരേറ്റെന്നല്ല. ഓരോ അമേൻ, ഇൻ എവറി എൻകൗണ്ടർ യു ഫിൽഡ് ഹിം വിത്ത് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം ദൈവത്തെ കണ്ടുമുട്ടുമ്പോഴോ, ഓരോ എൻകൗണ്ടറിനകത്തോ അവൻ്റെ സ്പിരിച്വാലിറ്റി അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അമേ, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവ സാന്നിധ്യം, പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻകൗണ്ടറുകൾ, അതാണ് നിന്റെ സ്പിരിച്വൽ റാങ്കിങ്ങിനെ, അതാണ് നിന്റെ സ്പിരിച്വൽ അതോറിറ്റിയെ, അതാണ് നിന്റെ അഭിഷേകത്തിന്റെ അധികാരത്തെ മാറ്റുന്നത്, അതാണ് നീ വഹിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനം. ഈ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ വരിക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരമായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ അതിൻ്റെ ചില ഭാഗങ്ങളെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം, ജസ്റ്റ് ഫോർ നോളജ് ഞാൻ പറഞ്ഞു പോവുകയാണ്. കർത്താവിൻ്റെ കൈ, കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നെന്നല്ല പറയുന്നത്, കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. കൈ എവിടെയാ വെളിപ്പെടുന്നത്? കൈ എവിടെയാ വെളിപ്പെടുന്നത്? പ്രവർത്തികളിൽ. പ്രവർത്തികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. കൈ വെളിപ്പെട്ടാൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയാക്കും. ഇന്ന് പകൽക്കാലം ഒരു വിസിബിൾ പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്ന ദേശാന്തകാര ശക്തിയെ പൊട്ടിച്ചിട്ട് വലിയൊരു ആത്മജനപ്രവാഹത്തെ ദൈവസഭയിലേക്ക് കണക്ട് ചെയ്യുവാൻ നിൽക്കട്ടെ. ഞാൻ അടുത്ത ഭാഗം പറയട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. 1 രാജ 3:28. രാജാവ് കൽപ്പിച്ച വിധി
ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ടു. മുമ്പേ കണ്ടത് ദൈവത്തിൻ്റെ കൈ, ഇപ്പോൾ പറഞ്ഞത് ദൈവത്തിൻ്റെ ജ്ഞാനം രാജാവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ടു. രാജാവിൻ്റെ അകത്ത് കിടക്കുന്നത് ജനം കണ്ടു. വിസിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്, വിസിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. എൻ്റെ സഹോദരങ്ങളെ, ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, മലയാളത്തിൽ അത്ര കറക്റ്റ് അല്ല. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട്, പക്ഷേ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ബിക്കോസ് ആൻ എക്സലന്റ് സ്പിരിറ്റ് വാസ് ഇൻ ഹിം. യഹോവയുടെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു, യഹോവയുടെ ജ്ഞാനം അവനിൽ ഉണ്ടായിരുന്നു, യഹോവയുടെ ആത്മാവ്, സ്പിരിറ്റ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. 1 ശമൂവേൽ 18:28 യഹോവ ദാവീദിനോട് കൂടെയുണ്ട് എന്ന് ശൗൽ കണ്ടറിഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ശൗൽ കണ്ടറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ? നിങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിലും ശ്രദ്ധിക്കാതെ പോയൊരു വാക്യത്തെ ഞാൻ നിങ്ങളെ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ലൂക്കോസ് 5:17. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും യെരൂശലേമിൽ നിന്നും വന്ന പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവിടെ ഇരുന്നിരുന്നു. അടുത്ത ഭാഗം നിങ്ങളൊന്ന് വായിച്ചേ. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോട് യേശുവിൻ്റെ അകത്തുണ്ടായിരുന്നെന്നാണോ? യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശക്തി യേശുവിൻ്റെ അകത്തായിരുന്നോ പുറത്തായിരുന്നോ? യേശുവിൻ്റെ അകത്തായിരുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി വന്നു. അവൻ ശക്തിയോടെ ഭൂതങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പം ഇതെല്ലാം യേശുവിൻ്റെ അകത്ത് കിടന്ന ശക്തിയാണ്. പക്ഷെ ഇവിടെ പറയുകയാണ് കർത്താവിൻ്റെ ശക്തി അവനോടുകൂടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഈ ശക്തി എന്ന് പറഞ്ഞാൽ ESV-യിലാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ദ ഫോഴ്സ് ഓഫ് ഗോഡ് വാസ് വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഫോഴ്സ്, ദൈവത്തിൻ്റെ സൈന്യം ആരോടുകൂടെ ഉണ്ടായിരുന്നോ? യേശുവിനോടുകൂടെ. യേശു ഭൂതങ്ങളെ പുറത്താക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ യേശു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സൈന്യം ഇറങ്ങി എന്തു ചെയ്യും? യേശുവിൻ്റെ കൂടെ നിൽക്കുക. അപ്പൊ ശിഷ്യന്മാർ നോക്കിയിട്ട് പറയുക, ദൈവത്തിൻ്റെ സൈന്യം അവനോട് കൂടെ നിൽക്കുന്നുവെന്ന്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൈ നിന്നോട് കൂടെ ഇരിക്കും, ദൈവത്തിൻ്റെ ജ്ഞാനം നിന്നോട് കൂടെ ഇരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെ ഇരിക്കും, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സൈന്യം നിന്നോട് കൂടെ നിൽക്കും. ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഇന്ന് പകൽ ഇതിനകത്ത് ഒരു പ്രസൻസിനെ ദൈവം കൈമാറാൻ പോവുകയാണ്. നീ ഇതിനകത്തുനിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഒരു സാന്നിധ്യത്തെ വഹിച്ചു കൊണ്ടുപോകും. You will sense a presence. You will be connected with that presence. But you must carry that presence into your home, in your life. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ എന്ത് ചെയ്യണം? ആ സാന്നിധ്യത്തെ കൊണ്ടു നടക്കണം. നിന്റെ മേലുള്ള സാന്നിധ്യം വെളിപ്പെടും. ഞാൻ ശമൂവേലിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. വിഷയം കൺക്ലൂഡ് ചെയ്യട്ടെ. ശമൂവേലിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. എന്താ കാരണം? ആവർത്തിച്ച് ശമൂവേൽ ദൈവത്തെ കണ്ടു. ഞാൻ ദൈവത്തെ കണ്ടാൽ ലോകം എന്നിൽ ദൈവത്തെ കാണും. ഞാൻ ഒന്നും കൂടെ പറയാം. ഞാൻ ദൈവത്തെ കണ്ടാൽ ലോകം എന്നിൽ ദൈവത്തെ കാണും. ഞാൻ പറഞ്ഞതിൻ്റെ തിയോളജിക്കൽ വെർഷനിലേക്ക് വരാം. ക്രൈസ്തവതയിലെ ഒന്നാമത്തെ രക്തസാക്ഷി സ്തെഫാനോസ് കല്ലെറിയപ്പെടുന്നു. സ്തെഫാനോസ് കൺകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി.
സ്തെഫാനോസ് ഇപ്പോൾ എന്താണ് കാണുന്നത്? സ്വർഗം തുറന്നിരിക്കുന്നു. തൻ്റെ കർത്താവായിരിക്കുന്ന ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തെഫാനോസിൻ്റെ കൂടെ എത്ര പേര് കണ്ടിത്? എത്ര പേര് കണ്ടു? ആരും കണ്ടില്ല. സ്തെഫാനോസ് മാത്രം കണ്ടു. പക്ഷേ സ്തെഫാനോസ് ഈ തുറന്ന സ്വർഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, സ്തെഫാനോസ് തുറന്ന സ്വർഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തെഫാനോസിൻ്റെ മുഖം എന്തോ ആയിത്തീർന്നു. സ്തെഫാനോസിൻ്റെ മുഖം എന്തോ ആയിത്തീർന്നു? ദൂതൻ്റെ മുഖമായി മാറ്റപ്പെട്ടുകൊണ്ടേയിരുന്നു. അവൻ്റെ മുഖത്ത് ഈ തുറന്ന സ്വർഗത്തിൻ്റെ മഹത്വത്തെ, പ്രസൻസിനെ തമ്പുരാൻ പകർന്നുകൊണ്ടേയിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, എൻകൗണ്ടർ ബ്രിങ്സ് പ്രസൻസ്. എൻകൗണ്ടർ ബ്രിങ്സ് പ്രസൻസ്. കണ്ണുകളെ അടച്ചട്ടെ, പുസ്തകങ്ങളെ മടക്കിയാട്ടെ, അത് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ വെച്ചിട്ട് ദൈവ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ആരും ഇതിനകത്ത് കഷ്ടപ്പെട്ട് പരിശുദ്ധാത്മാവിനെ വരുത്തേണ്ട ആവശ്യമില്ല. 3 ആഴ്ചയായി നിരന്തരം ഉപവാസവും പ്രാർത്ഥനയും അതിശ്രേഷ്ഠരായ അഭിഷക്തന്മാർ ഇതിനകത്ത് വന്ന് നിരന്തരം ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന അതിഭയങ്കരമായിരിക്കുന്ന ഒരു സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആ സാന്നിധ്യം നിങ്ങൾ സെൻസ് ചെയ്ത് തുടങ്ങാൻ പോവുകയാണ്. ആ സാന്നിധ്യം നിങ്ങളുമായി കണക്റ്റായി തുടങ്ങാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, കണ്ണുകളെ തുറക്കരുത്. ദൈവ സാന്നിധ്യത്തെ കൊതിക്കണം. An encounter leads you to the presence of God. ശമൂവേലിന് ദൈവം പ്രത്യക്ഷനായി. ദൈവം അവനോട് കൂടെയുണ്ടെന്ന് ലോകം കാണാൻ തുടങ്ങി. സ്തെഫാനോസ് സ്വർഗത്തെ കണ്ടു. സ്തെഫാനോസിൻ്റെ മുഖം ഒരു ദൂതൻ്റെ മുഖം പോലെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുവാൻ തുടങ്ങി. ഇന്ന് പകലിതാ ഇതിനകത്ത് ചിലർ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് കണക്റ്റ് ആവുകയാണ്.